നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഉത്സവങ്ങൾക്ക് ആനയൊരെടുപ്പാണ്. നെറ്റിപ്പട്ടം കെട്ടി തലയെടുപ്പോടെ നിൽക്കുന്ന കൊമ്പന്മാരെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. പലയിടങ്ങളിലും ഉത്സവത്തിന് ആനകളുടെ എണ്ണം കൂട്ടാൻ തന്നെ മത്സരമാണ്. കാണാനൊക്കെ ചന്തമുണ്ടെന്നത് ശരിയാണ്. പക്ഷേ ആന ഇടഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ ചില്ലറയല്ല. എത്രയോ പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. എത്രയോ പേർ ആജീവനാന്തം അംഗപരിമിതരായി മാറി. കാട്ടിലെ ആനകൾ നാട്ടിലിറങ്ങി ആളെ കൊല്ലുമ്പോൾ പ്രതിഷേധിക്കുന്ന പലരും തല്ലിയും കുത്തിയും ചട്ടം പഠിപ്പിച്ച് മെരുക്കിയ ആനകൾ ആളെ കൊല്ലുമ്പോൾ മിണ്ടാറേയില്ല. മുൻകാലങ്ങളിലെ പോലെയല്ല. ഉത്സവങ്ങൾ നടക്കുന്നത് ഇന്ന് തുറന്നു വിശാലമായി കിടക്കുന്ന പാടങ്ങളിലല്ല. ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലം കുറഞ്ഞു വരികയാണ്. വരുന്ന ആളുകളുടെ എണ്ണം കൂടിയും വരുന്നു. തീവട്ടി മുതൽ വെടിക്കെട്ട് വരെ ആനയെ പേടിപ്പിക്കുന്ന ഘടകങ്ങൾ ഏറി വരികയുമാണ്. എന്തിന് കുംഭമേളയിലടക്കം ആനപ്പുറത്തുള്ള എഴുന്നള്ളത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കാലത്തിനൊത്ത് നമുക്ക് മാറ്റം വേണ്ടേ? ആനയില്ലാതെ ആഘോഷം പറ്റില്ലേ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. തിരുവനന്തപുരത്ത് നിന്നും ശരത്താണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ശരത്ത്, താങ്കൾ ഈ ആന ഉത്സവത്തിന് വരുന്നതും നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് ആന ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ചന്തമൊക്കെയാണ്. ഒരുപാട് ആനപ്രേമികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് തുറസായ സ്ഥലങ്ങളിലൊക്കെ പണ്ട് നടത്തിയിരുന്നതാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഈ വലിയ ആൾക്കൂട്ടത്തിനിടയിലൊക്കെ ആന ചുറ്റും വെടിക്കെട്ട് നടക്കുന്നു, ചെണ്ടമേളം, അതിനോടൊപ്പം തന്നെ തീവട്ടിയൊക്കെ ആയി നിൽക്കുന്നു. ആന ഇടയാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആ ഒരു ഘട്ടത്തിൽ ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമല്ലേ? നമസ്കാരം. നമസ്കാരം. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും ഉത്സവത്തിന് കച്ചവടം ഉണ്ടായിരുന്നു പണ്ട്. അപ്പം ഉത്സവത്തിന് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ആന വരുന്നതും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കി നിന്നിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്തൊന്നും അത്രയും വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള ആനയുടെ ആക്രമണങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ തുടങ്ങി. ഉത്സവങ്ങളിലൊക്കെ മുമ്പ് പോകുമ്പോഴും ആനയെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ നമ്മള് കാട്ടിൽ കിടക്കുന്ന ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച് അല്ലെങ്കിൽ ഇണക്കി കൊണ്ടുവന്ന മൃഗം തന്നെയാണെന്നുള്ള ചിന്തയാണ് എന്റെ അഭിപ്രായം. ഇണങ്ങത്തൊന്നുമില്ല, ഒരു ആനയും ഇണങ്ങില്ല. ഇതിനെല്ലാം മെരുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പേടിപ്പിച്ച് നിർത്താനല്ല, ആന ഇണങ്ങുന്നൊന്നുമല്ല. അതിനെ നമ്മൾ ചിലപ്പോൾ മൃഗീയമായി ക്രൂരമായിട്ട് എന്തെങ്കിലും അങ്ങനെ വേദനിപ്പിക്കൽ ചെയ്യുന്ന അത് മനസ്സിൽ കൊണ്ടു നടക്കും. ഭയങ്കര വൈരാഗ്യത്തിൽ കൊണ്ടു നടന്ന് അത് പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ പ്രതികരിക്കാനുള്ള സാധ്യത ഉണ്ടാവാം. ശരി, അങ്ങനെ വൈരാഗ്യം കൊണ്ട് നടന്ന് പ്രതികരിക്കുന്നൊന്നുമല്ല. സ്വാഭാവികമായിട്ടൊരു മൃഗത്തിൻ്റെതായ വന്യമായ വാസനകൾ എപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട്. ശ്രീ ശിവദാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, ഈ ആന ഒക്കെ ഒരു വിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഉത്സവങ്ങളൊക്കെ അറിയാം, സ്ഥലം ആ ഉത്സവങ്ങളോട് ചേർന്ന സ്ഥലങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. പണ്ട് ഈ വിശാലമായ പാടങ്ങളിലൊക്കെ ആയിരുന്നു ഈ ആന എഴുന്നള്ളത്തും ആനകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, സ്ഥലം കുറഞ്ഞു, ആളുകളുടെ എണ്ണം കൂടി. മറ്റ് വെടിക്കെട്ടൊക്കെ ആളുകളുടെ കാതടച്ചു പോകുന്ന ശബ്ദത്തിലൊക്കെയുള്ള വെടിക്കെട്ടുകളും മറ്റ് സംവിധാനങ്ങളും മൈക്കിൻ്റെ സൗണ്ടൊക്കെ സഹിക്കാൻ പറ്റാത്തത്ര ഉച്ചത്തിലൊക്കെ വെക്കുന്ന സംവിധാനങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ആനയിടയാനുള്ള സാധ്യത ഏറെയാണ്. അതൊരു വന്യജീവിയാണ്. ആ കാര്യത്തിലൊരു മാറ്റം വേണ്ടേ നമുക്ക്? അതെ, നമസ്കാരം. നമസ്കാരം. അതെ, എനിക്ക് പറയാനുള്ളത് പണ്ടത്തെ പോലെ എന്താ അവസ്ഥ? കാരണം ആന എഴുന്നത് പണ്ടേ ഉള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലം അനുസരിച്ച് അത് മാറ്റേണ്ട, വർഷങ്ങൾക്ക് മുമ്പേ മാറ്റേണ്ട സമയങ്ങൾ കഴിഞ്ഞു. അത് ഇന്ന് ഒരു എഴുന്നള്ളത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ആദ്യം ഗവൺമെന്റ് കുറ്റപ്പെടുത്തും. ഓരോ മതവിശ്വാസം പറഞ്ഞുകൊണ്ട് മതവികാരികൾ കയറി വരും. പക്ഷെ പണ്ടെന്ന് പറഞ്ഞാല് സൗണ്ട് കുറവാണ്, ആള് കുറവാണ്, ആചാരങ്ങൾ കറക്റ്റാൻ നോക്കി, പാപ്പാന്മാര് കറക്റ്റാൻ നോക്കി, ആനയെ സ്നേഹിച്ച് അതിനെ ഇണക്കി കൊണ്ടുവന്ന് അടുത്ത കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാം മാറിയില്ല എന്റെ പൊന്നു അനിയ. രാഷ്ട്രീയത്തില് എല്ലാ രാഷ്ട്രീയ പാർട്ടികളായാലും പല മതങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇനി ഇതൊന്നും കൊണ്ടുവയ്ക്കാൻ പാടില്ല. കാരണം ഇന്ന് രാജ്യത്ത് ഗ്രൗണ്ട് ഇല്ല, അതിനുള്ള സജ്ജീകരണങ്ങളില്ല. ആന എന്ന് പറഞ്ഞാൽ മനുഷ്യനേക്കാളും ഭ്രാന്തായി മൃഗങ്ങളായി മാറി, മൃഗങ്ങളെക്കാളും ഭ്രാന്ത് മനുഷ്യന്മാരായിട്ട് മാറി. ഇനിയെങ്കിലും മനുഷ്യന്മാർക്ക് മാന്യമായ രീതിയിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും വിശ്വാസങ്ങളൊക്കെ ഒരു വിശ്വാസങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ മാറ്റമുണ്ട് സാർ. എല്ലാ വിശ്വാസങ്ങളും കലാനുസൃതമായ അത്ര കാര്യങ്ങളൊക്കെ മാറ്റം വേണം. മനുഷ്യ കൊല്ലുന്ന ഒരു ആചാരം നമുക്ക് വേണ്ട. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ് കായംകുളത്ത് നിന്നാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് ആദ്യമേ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വനംവകുപ്പ് മന്ത്രി പറയുന്ന കേട്ട് ക്ഷേത്ര ഭാരവാഹികൾക്കും ആനയുടെ ഉടമകൾക്കും എതിരെ നടപടി എടുക്കുമെന്ന്. ഇങ്ങനെ എടുക്കാനാണെങ്കിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഈ മന്ത്രിയൊക്കെ എന്തുമാത്രം നടപടിക്ക് ഇതിലോട്ട് പോകണമായിരുന്നു.
അങ്ങനെയല്ല, അത് നാട്ടിൽ ആനയുടെ ചട്ടം പാലിച്ചില്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞാൽ നടപടി എടുക്കേണ്ടത് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ എടുക്കണ്ട. അപ്പൊ മന്ത്രി നടപടി എടുക്കാതെ ചട്ടം പാലിച്ചില്ലെങ്കിൽ നടപടി എടുക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ കാര്യം പറയട്ടെ. നമുക്കുള്ള ഒരു പണ്ട് മുതലേ ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ് ആനയെ എഴുന്നള്ളിച്ച് നിർത്തുന്നത്. പക്ഷെ എവിടെ ആയിരുന്നാലും ഒരാനയെ കൂടുതൽ എഴുന്നള്ളിച്ച് നിർത്താൻ പാടില്ല. അതും ഒരു കഷ്ടിച്ചൊരു 2 മണിക്കൂറിൽ കൂടുതൽ നിർത്തരുത്. ഈ കമ്പമൊക്കെ വെക്കുന്ന സമയത്ത് ഇതിനെ തളച്ചു നിർത്തേണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ അപകടത്തിൽ നിന്ന് ഒഴിവാകാം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, ഈ കാലത്തിനൊത്ത് എല്ലാ ആചാരങ്ങളും ഒക്കെ മാറുന്നുണ്ട്, ആ രീതിയൊക്കെ മാറുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാട്ടിൽ നിന്ന് ആന ഇറങ്ങി നാട്ടിലെ ആളുകളെ കൊല്ലുമ്പോഴൊക്കെ നമ്മൾ വലിയ പ്രതിഷേധിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ നാട്ടിൽ ആനകൾ ഇങ്ങനെ ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ടുവരികയും അത് ആളുകളെ ചവിട്ടിക്കൊല്ലുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒന്നും ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രതിഷേധമോ അതിനെക്കുറിച്ച് കാര്യമായി മിണ്ടാറൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു മാറ്റമൊക്കെ ആവശ്യമല്ലേ? നമസ്കാരം. നമസ്കാരം. പക്ഷേ ഈ ഇവിടെ കുറെ ഒരു വിഭാഗമുണ്ട്, ആനപ്രേമികളെന്നും പറഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾക്കൊക്കെ ഇവിടെ എപ്പോഴും അവരുമായിട്ട് തർക്കിക്കാനേ നേരമുള്ളൂ. കാരണം ഒരു ചെറിയ അമ്പലങ്ങളാണെങ്കിൽ പോലും അവിടെ അടുത്ത അമ്പലത്തിൽ എത്ര ആന വന്നു, അതിനേക്കാൾ 1 കൂടുതൽ അല്ലെ 2 കൂടുതൽ, ഇങ്ങനൊരു മത്സര ബുദ്ധിയോടെയാണ് ഇവരെ കൊണ്ടുവരുന്നത്. കാരണം അമ്പലത്തിൽ ഇവരെല്ലാം നിരന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് കൂടാൻ പോലും അവസരമില്ലാത്ത രീതിയിൽ പല ക്ഷേത്രങ്ങളിലും ആനയുടെ ബാഹുല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. പക്ഷെ ഇവരെല്ലാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്നില്ല. ഇത്രയും ഈ മൃഗങ്ങളില്ലെങ്കിലും ഉത്സവം നന്നാകുന്നതിന്റെ ഒരു തെളിവ് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവം. അവിടെ ആന ഇല്ലാതായിട്ട് കാലം കുറയായി. പക്ഷെ ഓരോ വർഷവും ജനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ കൊണ്ട് നിർത്തിയാൽ ആള് കൂടുമെന്നുള്ളൊരു വിശ്വാസമാണ് കുറെ ആളുകൾക്കുള്ളത്. പക്ഷെ ഇവര് വന്നാൽ ഇപ്പൊ ആള് കുറയുന്നതിലോട്ടോട്ട് കാര്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമീപകാലത്തെങ്ങും ഇത്രയും ജീവഹാനി സംഭവിച്ച ഒരു ശരി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അങ്ങനെ കണിച്ചുകുളങ്ങര ക്ഷേത്രം അങ്ങനെ ഒരു മാതൃക കാണിച്ചെങ്കിൽ നല്ല കാര്യം തന്നെയാണത്. അതിനെ അഭിനന്ദിക്കുക തന്നെ വേണം. എനിക്ക് അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് അറിയില്ല. സ്വാഭാവികമായിട്ടും ആ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് താങ്കൾ പറയുന്നത് ശരിയായിരിക്കും. ശ്രീ മണിലാലാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മണിലാൽ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്നെ സാറ് നിരാശപ്പെടുത്തി കളഞ്ഞു. ഞാൻ ഓർത്തെ ഇന്ന് കോട്ടയം നഴ്സിംഗ് സ്കൂളിലെ ചർച്ചയായിരിക്കുന്ന ഓർത്തെ, അത് ഉപേക്ഷിച്ചോ? കോട്ടയം നഴ്സിംഗ് സ്കൂളിലെ റാഗിംഗ് സംബന്ധിച്ച് നിരവധി വാർത്തകളെ കൊടുത്തില്ല. അതിനകത്ത് നമുക്ക് ആളുകൾക്ക് 2 അഭിപ്രായത്തിന്റെ ഒരു വിഷയം തന്നെ ഉദിക്കുന്നില്ല. എല്ലാവർക്കും അതിനെ അനുകൂലിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. എല്ലാവരും അതിനെ എതിർക്കുന്ന ആളുകൾ തന്നെയല്ലേ? റാഗിങ്ങിനെതിരായ ശക്തമായ നിലപാടല്ലേ എല്ലാവരും സ്വീകരിക്കുന്നത്? എന്നാ പിന്നെ അത് റാഗിംഗ് അല്ലല്ലോ. ഇതിനെ റാഗിംഗ് അല്ല, എന്തായാലും ഞാൻ പറഞ്ഞ ആ ക്രൂരതയെ ആരും അനുകൂലിക്കുന്നവരാരും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പൊ നമ്മൾ അതിനെ അത്തരം വിഷയങ്ങൾ നമ്മൾ സംവാദം നടത്തിയാൽ അർത്ഥമില്ല. അത് എല്ലാവർക്കും ഒരു അഭിപ്രായം തന്നെയല്ല. അതുകൊട്ടെ, ഈ ആനയുടെ കാര്യം പറഞ്ഞാൽ ഈ ഒരാനയെ തീറ്റി പോറ്റി ഒരു ദിവസം കൊണ്ടു നടക്കണമെങ്കിൽ എത്ര 1000 രൂപ വേണമെന്ന് ഈ പറയുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണം. ആനയെ എഴുന്നള്ളിപ്പിക്കാതെ പണ്ട് കാലത്തൊക്കെയാണ് ഇതിനെ തടി പിടിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് അതിനെ പോറ്റാമായിരുന്നു. ഈ ഉത്സവത്തിനുണ്ടല്ലോ, ഉത്സവം എന്നതിൽ ഉപരി മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനെ തീറ്റിപ്പറ്റി കൊണ്ടുനടക്കല് വളരെ ചെലവേറിയ ഒരു പരിപാടിയാണ്. ഉത്സവത്തിന് കൊണ്ടുപോയി കുറച്ച് പൈസ കിട്ടിയെങ്കിൽ ഇതിന്റെ ഉടമകൾക്ക് ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മളിത് പറയണം. ആൾക്കാർ മരിച്ചതിലും ഉത്സവത്തിൽ ആനയെ കൂടുതൽ ഉൾപ്പെടുത്തുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനെ ഫുള്ളായിട്ട് വിയോജിച്ചുകൊണ്ടല്ല ഞാൻ പറയണത്. പക്ഷെ ഇതിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ കിടപ്പുണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഈ വിഷയത്തിൽ മറ്റൊരു പ്രേക്ഷകന്റെ അഭിപ്രായത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിലെ പല ഉത്സവങ്ങളുടെ ഭാഗമായും ആനകളെ കൊണ്ടുവരികയും ആനകൾ ഇടയുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ശ്രീ മഹേഷാണ് കാവാലത്ത് നിന്നും. ശ്രീ മഹേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, മഹേഷ് അല്ല, മനീഷാണ്. മനീഷില്ലേ? ഓക്കെ, ശ്രീ മനീഷ് പറയും. സാർ, നമ്മൾ ഈ വിളിക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കണം. ഈ ആന എന്ന് പറയുന്നത് ഒരു വന്യജീവിയാണ്. അതെ. അതിനെ കൊണ്ടുവന്ന് അതിന്റെ സകലമാന അതിന്റെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെയും ബുദ്ധിമുട്ടാക്കിയിട്ട് അതിന് പറ്റാത്ത സൗണ്ട് അതിനെ കേൾപ്പിച്ച് എല്ലാ രീതിയിലും അതിനെ പീഡിപ്പിച്ചിട്ട് അവസാനം അത് പ്രതികരിക്കുമ്പോൾ അതിന് സർക്കാർ അതിനൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? കാലം ഒത്തിരി മാറിയില്ലേ? ഒരു ജീവിയുടെ അതിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ പോലും ഇവര് ഹനിച്ചിട്ടാണ് ഈ ആനപ്രേമികൾ എന്ന് പറയുന്നവർ അതിന്റെ മുന്നിൽ കിടന്ന് ഈ കോലം കാണിക്കുന്നത്.
ഈ ആനയ്ക്ക് അറിയില്ല അതിന്റെ മുകളിൽ അത് ശരിയാണ് താങ്കൾ പറയുന്നത്. ഈ ഒരു ആനയെ ആനയ്ക്കറിയില്ല കൊണ്ട് അതിന്റെ നാല് മുകളിൽ വഴിക്കും ഏത് ദൈവത്തിനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ചങ്ങലയിട്ട് പൂട്ടി അതിന് നേരെ പോയി നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ പീഡിപ്പിച്ചാണ് എല്ലാ ആനകളെയും പീഡിപ്പിച്ചാണ് മെരിക്കുന്നത്. കാലം മാറി, ചിന്താഗതി മാറി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിയമത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് സർക്കാർ. ഒരു ജീവിക്ക് ജീവിക്കാനുള്ള അതിന്റെ സ്വാഭാവികമായിട്ടുള്ള സാഹചര്യം പല സർക്കാരുകളുടെയും ഒരു നിലപാടെന്നൊക്കെ പറഞ്ഞാൽ ഈ കുറെ ആളുകളെ ഒന്നിനെ അനുകൂലിക്കാനുണ്ടെങ്കിൽ പിന്നെ അവിടെ നിയമം നോക്കാതെ അതിനെയൊക്കെ കണ്ണടച്ചു കൊടുക്കുന്ന നിലപാടൊക്കെയാണ് പലപ്പോഴും ഇതിലൊക്കെ വലിയ വോട്ടിന്റെ രാഷ്ട്രീയങ്ങൾ വരുന്നത് കൊണ്ട് ചില വിഭാഗങ്ങളെയൊക്കെ അത്തരത്തിൽ ഒക്കെ പരിഗണിക്കേണ്ടി വരും. അതെ അതെ. അപ്പോൾ അതൊരു മനുഷ്യന്റെ ജീവൻ പോയി കഴിയുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരി, നമുക്ക് ഈ ഇതിന്റെ നമ്മുടെ യൂട്യൂബിലെ ചില അഭിപ്രായങ്ങൾ കൂടി നമുക്ക് വായിക്കേണ്ടതുണ്ട്. ശ്രീ പ്രദീപ് കുമാർ പറയുന്നു, കാട്ടിൽ സ്വസ്ഥമായി ജീവിക്കേണ്ട ആ മൃഗത്തെ നാട്ടിൽ കൊണ്ടുവന്ന് കോപ്രായം കാണിച്ച് അപകടം വരുത്തുന്നതിനോട് ഒരു സഹതാപമില്ല എന്ന് പറയുന്നു. ആനയുണ്ടെന്നറിഞ്ഞ് അതിനെ കാണാൻ കൂടിയാണല്ലോ ജനം ഓടിയെത്തുന്നത്, അതിനെ നിരോധിക്കുമ്പോൾ ചിലത് കൂടി ഓർക്കണം എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ് ഓർക്കേണ്ടതെന്ന് ശ്രീ സുകുമാരപിള്ള പറയുന്നില്ല. ആനയുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടെന്നറിഞ്ഞതിനെ ഓടിയെത്തുന്നവരാണ്. അത് എന്താണ് ചിലത് ഓർക്കേണ്ടത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, ഈ ആനകളെ പണ്ട് കാലത്തെ മുതൽ പല ഉത്സവങ്ങളുടെയും ഭാഗമായി ആനകളുടെ എഴുന്നള്ളത്തും ആനകളുടെ പല ഉത്സവങ്ങളുടെ ഭാഗമായി എത്താറൊക്കെ ഉണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷേ പലപ്പോഴും അതിനേക്കാൾ ആൾ കൂടി നമ്മുടെ സ്ഥലമൊക്കെ കുറഞ്ഞു. അങ്ങനെ വിശാലമായ ഒരു സ്ഥലത്ത് നിർത്തി പരിപാടികൾ നടത്തുന്നത് പോലെയല്ല, ചെറിയ ഇടുങ്ങിയ സ്ഥലത്ത് ആളുകൾ കൂടിയിരിക്കുന്നതിനിടയിലേക്ക് ഇതുപോലെ ഒരു വന്യമൃഗത്തെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് സ്വാഭാവികമായും അത് കാലത്തിനൊത്തൊരു മാറ്റം വേണ്ടേ? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ 2 ആന എഴുന്നള്ളത്തിനുണ്ടാവും. അപ്പൊ ആ സമയത്ത് ആരും അമ്പല പരിസരത്ത് വെടി പൊട്ടിക്കാറില്ല. വെടിക്കെട്ട് എന്ന് പറഞ്ഞ് വേറെ വെളുപ്പാങ്കാലത്താണ്. ഈ വൈകുന്നേരമാണ് ആന എഴുന്നള്ളത്ത്. ഇന്ന് വരെ ഒരു അപകടവും ഞങ്ങളുടെ നാട്ടിലുണ്ടായിട്ടില്ല. അപ്പൊ ഇത് സംഭവിച്ചത് ഈ വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ടിട്ട് ആനയ്ക്ക് പ്രശ്നം ഉണ്ടായതാണെന്നാണ് എന്റെ ധാരണ. ശ്രീ സന്തോഷ്, വെടിക്കെട്ട് മാത്രമല്ല, വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ട് ഒന്ന് ആനയ്ക്ക് ഈ വലിയ വെളിച്ചം, വലിയ ശബ്ദം, അത്തരം കാര്യങ്ങളൊന്നും സഹിക്കാൻ കഴിയുന്ന ഒരു ജീവിയല്ല ആനയ്ക്ക്. ആനയുടെ മുന്നിൽ വന്ന് ഈ വലിയ മൈക്കൊക്കെ കെട്ടി അതിന് വലിയ ശബ്ദം ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഈ തീവട്ടിയൊക്കെ കൊണ്ടുവന്ന് ആനയുടെ തൊട്ടടുത്ത് നിന്നാണ് വലിയ തീവട്ടികളൊക്കെ പിടിക്കുന്നത്. സ്വാഭാവികമായും ആനയ്ക്ക് ഈ വെടിക്കെട്ടിന്റെ സൗണ്ടും അത്തരം വെളിച്ചങ്ങളും എല്ലാം കൂടെ കേട്ടാൽ അതൊരു ജീവിയല്ല, ആ ജീവിക്ക് അങ്ങനെ സഹിക്കാൻ കഴിയില്ല. അതെ, അത് തീർച്ചയായിട്ടും. അത് നമ്മൾ ഈ ദേവസ്വം ബോർഡ് വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഇനിയെങ്കിലും ഇങ്ങനത്തെ ദുരന്തങ്ങൾ വരാതെ ഇരിക്കട്ടെ. ഇത് കേട്ട് മടുക്കുക നമ്മൾ. ആനയുടെ കേസുകൾ എന്നും ആനക്കേസാണ്. ഈയിടെ 4 പേരാണ് കാട്ട് ആന കൊന്നത്. അപ്പൊ ഇത് എന്തായാലും വലിയൊരു വിഷയമാണ്. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അജിത്താണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ അജിത്ത്, താങ്കൾ എങ്ങനെയാണ് ഈ ആന വിഷയത്തെ കാണുന്നത്? ഇതൊക്കെ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞ്, ഒരുപാട് കാലം കഴിഞ്ഞ്. എന്താ പറയാ, ഇത് വന്യജീവിയെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ കോപ്രായം കാണിച്ച് ആ ഒരു രീതി ശൈലി ശരിയല്ല. ഇത് എത്ര ഇന്നലെ ആ കാടിന്റെ രംഗം കാണണമായിരുന്നു. അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു രംഗം ഒരു അപാര രംഗം തന്നെ അത്. ശരി, ഓക്കെ. അടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ വിഷ്ണു പുഷ്പനാണ്. ശ്രീ വിഷ്ണു, താങ്കൾ ബ്ലോഗറൊക്കെ ആയ വിഷ്ണു പുഷ്പൻ തന്നെയല്ലേ? അതെ അതെ അതെ. ഓക്കെ. എന്തായാലും താങ്കൾക്ക് സ്വാഭാവികമായിട്ടും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയല്ലേ, അപ്പോൾ താങ്കൾക്ക് ഈ വിഷയത്തിൽ കുറെ കൂടി ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ പറഞ്ഞു. പലരും സംസാരിക്കുന്നത് കേട്ടായിരുന്നു. ആചാരപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനിടയിലുണ്ട്. ഇതൊക്കെ വന്നത് പണ്ട് മുതലേ ഇങ്ങനെയുള്ള ആചാരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനും ഒക്കെ മുന്നേ തന്നെ ഈ ആന എന്ന് പറയുന്ന ജീവിയെ നമ്മുടെ നാട്ടുരാജാക്കന്മാര് തടി പിടിക്കാനും വലിയ വലിയ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വരാനൊക്കെ, ഇതൊരു ഡൊമസ്റ്റിക് ആനിമൽ അല്ല ആന എന്ന് പറയുന്നത്. ആനയെ ഒരിക്കലും ഇണക്കി വളർത്താൻ പറ്റുന്ന ഒരു ജീവിയല്ല, മെരുക്കി വളർത്തുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ടാണ് പാപ്പാന്റെ കയ്യിൽ എപ്പോഴും ഒരു തോട്ടി എന്ന് പറയുന്ന ഒരു സാധനം, അതിനെ പേടിപ്പിച്ച് നിർത്താനുള്ള സാധനം ഉള്ളത്. അങ്ങനെയല്ലേ? അതെ, ഒരിക്കലും ഇണങ്ങുന്ന ജീവിയല്ല. അത് എപ്പോഴും അതിനെ ഭയപ്പെടുത്തി മെരുക്കാൻ മാത്രമേ ഉള്ളൂ. ഈ പലരുടെയും ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു മിഥ്യാധാരണയുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരുടെ ഒരു മിഥ്യാധാരണയുണ്ട്. ആന എന്ന് പറയുന്നത് വലിയ വണ്ണമുള്ള ഒരു ജീവിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അധികം വണ്ണമുള്ള ആൾക്കാർക്ക് ഓടാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണയുണ്ട്, പലർക്കും ഉണ്ട്. പക്ഷേ ആനയുടെ ഓട്ടം എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള സ്പീഡിലായിരിക്കും. അതിന്റെ ഫസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത്, മോക്ക് ചാർജിങ് എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിലായിരിക്കും ഓടി ഇങ്ങ് വരുന്നത്. അത് കാട്ടിലെ ആനയായാലും ശരി തന്നെയാണ്, നാട്ടിലെ ആനയായാലും ശരി തന്നെയാണ്. ഈ ആനകൾക്ക് വേർപ്പ് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഞാൻ ഇത്രയും ഇതിൽ പറയാൻ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഓരോ വർഷവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അനുദിനം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആനകൾക്ക് വേർപ്പ് ഗ്രന്ഥി ഇല്ലാത്തൊരു ജീവിയാണ്. അതിന് ഈ പൊരി വെയിലത്ത് എഴുന്നള്ളിക്കുകയും
ഈ ഇങ്ങനെ നടത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ശരിക്കും ആനകൾ ഈ ഉച്ച സമയങ്ങളിൽ ചോലകളിൽ, കാട്ടാനകൾ എപ്പോഴും ചോലകൾക്കിടയിലാണ് നിൽക്കുന്നത് ഈ ഉച്ച സമയത്ത്. ആ സമയത്ത് അതിനെ പിടിച്ചു കൊണ്ടുവന്ന് മെരുക്കി നാട്ടിലെ ഈ അമ്പലപ്പറമ്പുകളിലെല്ലാം കൊണ്ട് നിർത്തുന്നത് വളരെ ശരിയായ ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വിഷ്ണു പുഷ്പനാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. നമുക്ക് ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്? ഈ ആനയുടെ ഉത്സവത്തിന് മസ്റ്റാണോ? അതിനെയൊക്കെ ഒഴിവാക്കി പകരം സംവിധാനങ്ങളോ കണ്ടെത്തേണ്ട കാലമായില്ലേ? സാറേ, എനിക്ക് പറയാനുള്ള എന്താന്ന് ചോദിച്ചാല് ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞ് മറ്റു പണിയൊന്നുമില്ലയോ? ഈ ആള് കൂടാൻ വേണ്ടി ആനയും കുതിരയും ഈ പോത്തിനെയും കാളയൊക്കെ എഴുന്നള്ളിപ്പിക്കുന്നത്. അതിന് പകരം ആ സണ്ണി ലിയോണ്, പ്രിയങ്ക ഗാന്ധി, പിന്നെ ഹണി റോസ്, ഇവരെ പോലുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ ശ്രീരാജൻ അങ്ങനെ പറയും. ശ്രീരാജൻ, അത് ശരിയല്ല. അവർക്ക് എന്താ, അവർ ഏതെങ്കിലും കുഴപ്പമുള്ള ആളുകളാണോ അങ്ങനെ പറയുന്നത്? തീരെ ശരി. അത് താങ്കൾ അങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയല്ല ശ്രീരാജൻ. താങ്കളുടെ അഭിപ്രായം സറ്റേറൊക്കെ പറയാറുണ്ട്, പക്ഷെ അത് ഈ തരത്തിൽ പറയരുത്, ശരിയല്ല. ആള് കൂടും, അവരാരും ഇടയത്തില്ലെന്നാ പറഞ്ഞത്. മറ്റു പണിയൊന്നുമില്ല. ഇതൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കാലത്തിനൊത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റം വരുത്തേണ്ട, ഇങ്ങനെ ആളുകളെ നിരന്തരം മരിച്ചു വീഴുന്ന അവസ്ഥ ഉണ്ടാവുകയും ആനയടഞ്ഞ് പലർക്കും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഇതിനിങ്ങനെ മത്സരിച്ച് ആനകളെ കൂടുതൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് പലരും നടത്തുന്നത്. കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. ഇതൊക്കെ കലക്ടർ പണ്ടേ നിരോധിക്കുകയാണ് സാർ. ഏത് ഉത്സവത്തിന്റെ ഭാഗമായാലും ഇങ്ങനെ അപകടം വരുത്തുന്ന ഈ ആനയെ ഒന്നും ഉത്സവത്തിനൊന്നും വേണ്ട. ഇതൊക്കെ പണ്ടേ കലക്ടർ നേരത്തെ ഉത്തരവിറക്കേണ്ടതാണ്. ഇതൊന്നും പാടില്ല എന്ന്. എന്താ സാർ സംഭവിക്കുക? കാരണം ജനങ്ങൾ മരിക്കുന്ന അപകടം, മറ്റു പലരും അപകടങ്ങൾ ഉണ്ടാവുന്ന ഇതൊക്കെ കണക്കിലെടുക്കണ്ടേ? ഏത് വിശ്വാസത്തിന്റെ പേരിലായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊരു പ്രശ്നം ഉണ്ടാവില്ല സാർ. പൊതുസമൂഹം കൂടെ ഉണ്ടാവും നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥന് അനുകൂലമായിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഉത്സവ പറമ്പിന്റെ മറ്റേ കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന വ്യക്തികളുണ്ടല്ലോ, അത് വളരെ മോശമാണ് സാർ. അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. എനിക്ക് തിരിയാതെ കാര്യം പറയുമ്പോ പ്രിയങ്കയായിട്ട് എന്ത് ബന്ധം സാർ ഉള്ളത്? അല്ല, അത് പറഞ്ഞിരുന്നു ശ്രീ ബാലകൃഷ്ണൻ. അത് അദ്ദേഹത്തോട് തന്നെ വളരെ കൃത്യമായി പങ്കെടുപ്പിക്കരുത്. കാരണം എന്ത് പ്രിയങ്ക ഗാന്ധി എന്ത് പേച്ചു സാർ? ശരി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് പറയണം, ഇനി മേലാ വിളിക്കരുത് ഇങ്ങനത്തെ അർത്ഥവത്തായ കാര്യങ്ങൾ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഈ കാലത്തിനൊത്തൊരു മാറ്റം ഇതിലൊക്കെ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്നത്. എനിക്കിപ്പോ 75 വയസ്സായി. അതിനു മുമ്പ് നടന്നിരിക്കുന്ന ഒരു ആചാരങ്ങളാണ് ഈ ആന. ഇതൊക്കെ ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ട് ഇതൊക്കെ. പക്ഷെ അന്നൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, ഇതൊക്കെയാണ്, അതൊരു കാര്യമാണ്, ശരിയാണ്. പക്ഷെ ഇപ്പൊ ഈ തൃശ്ശൂർ പൂരം, പാറമേക്കാവ് 15, തിരുവമ്പാടി 15, ഈ 30 ആനകൾ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ സ്ഥലപരിമിതി ഉള്ള ഒരു വലിയ വിശാലമായ ഇതൊന്നുമില്ല. അതാണ്. അപ്പോ ഇത് ശരിയൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ആന അടഞ്ഞിട്ട് മരിച്ചുപോയി കഴിഞ്ഞാൽ ഒരു ദുഃഖമുണ്ട് ഈ കാര്യത്തിലൊക്കെ. ഈ വാഹനങ്ങളുടെ പെരുപ്പം കൊണ്ടും വാഹനങ്ങൾ ഇടിച്ചിട്ടും ആൾക്കാർ വെട്ടിക്കൊന്നിട്ട് എത്ര ആൾക്കാർ മരിച്ചു പോകും. അതുപോലെയാണോ ശ്രീ മോഹൻദാസ്? ഇതൊക്കെ നമുക്ക് വാഹനങ്ങൾ ഒഴിവാക്കാൻ കഴിയുമോ? അത് ശ്രദ്ധിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വാഹന അപകടം ഉണ്ടാകുന്ന തരത്തിൽ ആളുകൾക്ക് വാഹനത്തിൽ പോകാതിരിക്കാൻ കഴിയും. അതുപോലെ അല്ലല്ലോ. ഇതൊക്കെ കാലത്തിനൊത്ത് മാറ്റാവുന്ന കാര്യങ്ങളല്ലേ? നമുക്ക് മാറ്റിയാൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാവുന്ന കാര്യങ്ങളല്ലേ? അല്ല, ഒരു സർക്കാരിനും ഒരു കോടതിക്ക് ഇത് ഇടപെടാൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഒരു നിയമം കൊണ്ട്. കാരണം അത്രയധികം ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ആനോടമകളുടെ സംഘടന, ഈ ആനപ്പാപ്പന്മാരുടെ സംഘടന, പിന്നെ ഉത്സവ കമ്മിറ്റികളുടെ. കേരളത്തിൽ ആന ഉടമകളും ആനപ്പാപ്പന്മാരും ഒക്കെ ഇത്രയ്ക്കുള്ള ആളുകളെ ഉള്ളൂ. അവരെല്ലാം ആനപ്രേമികളായ ആളുകൾ ചിലപ്പോൾ കാണുമായിരിക്കും, കൂടുതൽ ആളുകൾ. പക്ഷേ ഈ ആന ഉടമകളും പാപ്പാന്മാരും ഒക്കെ ആകെ എത്ര പേര് കാണും കേരളത്തിൽ? അത്ര ഉടമകളെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ചില സമ്പന്നന്മാരുടെ ഒഴിവാക്കലില്ല. വാഹനം ഒഴിവാക്കുന്നവർ എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ആനകളെ ഒഴിവാക്കാനല്ല ഞാൻ പറഞ്ഞത്. അതായത് ആ സ്ഥലപരിമിതിക്ക് അനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ മറ്റേ ഔദ്യോഗികമായിട്ട് അവർ ശ്രമിക്കണമെന്ന് ഞാൻ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തിലകനാണ്. ശ്രീ തിലകൻ, തൃപ്പൂണിത്തറയിൽ നിന്നാണ്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ? ഇത്തരത്തിലൊരു മാറ്റം പല സ്ഥലങ്ങളിലും അത്തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ അത്ര ഒരു മാറ്റം, ആ ഒരു മാറ്റത്തിന്റെ ചർച്ചകളും തുടങ്ങി വെക്കേണ്ട സമയമല്ലേ? തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ മാറ്റം എല്ലാത്തിനും അനിവാര്യമാണോ? ഇത് മാറേണ്ട കാലഘട്ടം കഴിഞ്ഞു സാറേ. ഇതിപ്പോ ആഘോഷം ഒരു അനിവാര്യമാണ്. ഇപ്പൊ ക്ഷേത്ര സംസ്കാരം അനുസരിച്ചുകൊണ്ട് പരമ്പരയെ നോക്കിക്കഴിഞ്ഞാൽ ആഘോഷത്തിന്റെ ഒരു വലിയ ഭാഗമാണ് ക്ഷേത്രം. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും പറയാനും ആളല്ല. പക്ഷെ ഞാൻ പറയുന്നത് ആന വേണമെന്നുള്ള നിർബന്ധമുണ്ടെങ്കിൽ ഞാനൊരു കൗതുകരമായിട്ട് ഇവിടെ ഫൈബർ ആനയെ കണ്ടെത്തണം. ഫൈബർ ചില കോമഡി ഷോയിൽ കണ്ടിട്ടില്ലേ? അതുപോലെ സംസ്കാരം, അതുപോലെ ഈ ആഘോഷ സംസ്കാരമൊക്കെ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്, ഫൈബർ ആനയൊക്കെ യഥാർത്ഥ ആന പോലെ തുമ്പിക്കയൊക്കെ അനക്കുന്ന ഫൈബർ ആനയൊക്കെ ഉണ്ട്. ആനയുണ്ട്. അപ്പൊ അപകടമൊക്കെ കുറഞ്ഞു കിട്ടില്ല സാറേ. പിള്ളേർക്ക് കളിക്കാം, പിള്ളേർക്ക് അടുത്ത് ചെല്ലാം. അതെ, അത് നല്ലൊരു സജക്ഷൻ അല്ലേ? അതെ, നല്ല സജക്ഷൻ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു കണ്ടെത്തണം സാറേ. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പ്രേക്ഷകർ തമ്മിൽ അടികൂടേണ്ട കാര്യമില്ല, നമ്മൾ വിളിക്കുന്ന ആൾക്കാര് ആളുകളല്ലേ, അതൊക്കെ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ എല്ലാവരും ഓരോ അഭിപ്രായം പറയണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെയല്ല വേണ്ടത്. അത്തരം അഭിപ്രായങ്ങളൊക്കെ ആവാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. ഓരോരുത്തരുടെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തന്നെയല്ലേ. നമുക്ക് ശ്രീ പ്രദീപാണ് പാലക്കാട് നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് പറയാം. ഹലോ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മള് കോടതി ഇതിൽ ശരിക്കും നടപടി എടുക്കണം. അതായത് ആരെങ്കിലും ഹർജി കൊടുത്തിട്ട് കോടതി നടപടി എടുക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. അതായത് ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്തതില് ജനങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും, എന്ത് പൂരാണെങ്കിലും നേർച്ചയാണെങ്കിലും. അപ്പൊ നമ്മളെന്താ വെച്ചാൽ അതിന് കോടതി വന്നാൽ തന്നെയാണ്, കോടതി തീരുമാനം എടുത്താൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ കാഴ്ചപ്പാട്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കാലത്തിനൊത്തൊരു മാറ്റം ഈ ആനകളെയൊക്കെ ഉത്സവത്തിന്റെ ഭാഗമാക്കുന്നതിൽ വേണ്ടേ? കിരൺ സാർ, ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്, എങ്കിലും പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതായത് ആനയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളും ഒരു ദൈവവും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ കാണുന്നതെല്ലാം തന്നെ വിശ്വാസികളുടെ മനസ്സിൽ ഉദിച്ച ആശയങ്ങളാണ് നടപ്പിലാക്കുന്നത്. നാം ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതുമായ വിഗ്രഹത്തിന് പൂവും നീരും നിവേദ്യവും മാത്രമേ ആവശ്യമുള്ളൂ. ആനയെ കൊണ്ടുവന്ന്, കാട്ടിലെ ആനയെ കൊണ്ടുവന്ന് നാട്ടിലിറക്കി ഊരു ചുറ്റിച്ച് ജനങ്ങളെ കൊല്ലുന്ന ഒരവസ്ഥ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സാറിന്റെ അതേ ചിന്താഗതിക്കാരൻ തന്നെയാണ് സാർ ഞാൻ. ശരി, എന്തായാലും അത്തരം മാറ്റങ്ങളൊക്കെ നാട്ടിൽ പലപ്പോഴും മാറ്റങ്ങൾ വരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ആളുകൾ എതിർക്കുമെന്ന് കരുതി എപ്പോഴും എല്ലാ വിഷയത്തിലും ഭൂരിപക്ഷ കുറേ ആളുകളുടെ മാത്രം താല്പര്യം എന്നൊക്കെ അഭിപ്രായം പറയാൻ കഴിയില്ല. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കാലാനുസൃതമായൊരു മാറ്റം ഈ കാര്യത്തിലുമൊക്കെ വേണ്ടേ? തീർച്ചയായും ഇത് മാറ്റം വേണ്ടതാണ്. കേന്ദ്ര സർക്കാർ ഇത് നിയമം കൊണ്ടുവന്ന് ഈ നാട്ടാന പരിപാലനം തന്നെ നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്തിനാണ് ഈ അമ്പലങ്ങളിൽ ഏത് സ്ഥലത്തും ഈ ആനയെ കൊണ്ടിറക്കുന്നത്? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഒരു ദൈവങ്ങളും നമ്മൾ കണ്ടിട്ടില്ല, ഒരു ദൈവങ്ങളും ആനയെ കൊണ്ട് നടക്കുന്നതായിട്ട് ഒരു ചരിത്രത്തിൽ പോലും പറയുന്നിട്ടൊന്നുമില്ല. പിന്നെ ഈ നമ്മളിപ്പോ കാട്ടിലെ ആനയെ ഓടിക്കാൻ തന്നെ ഉപയോഗിക്കുന്നത് പടക്കങ്ങളും ലൈറ്റുകളുമാണ്. അവരെ പേടിച്ച് ഓടുകയാണ് ആനകള്. അപ്പം ഇവിടെ വരുമ്പോ ഈ ലൈറ്റും പടക്കവും ഈ സൗണ്ടെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് ആന എന്തായാലും അതിന്റെ തനി സ്വരൂപം എടുക്കൂലേ? അത് മനസ്സിലാക്കണ്ടേ. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ രാജൻ എപ്പം വിളിച്ചാലും കോൺഗ്രസിന് ഒരു കുറ്റം പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഈ അല്ല, ഞാൻ ഇത് പറയുന്ന കേട്ടേ പറ്റുള്ളൂ സാറേ. അതായത് ഇയാൾ ഏത് സമയം വിളിച്ചാലും ഇപ്പൊ ഒരു പീഡനം വന്നാലും അതിന് കോൺഗ്രസ്സുകാരെ വരട്ടിക്കിടും. ഇപ്പൊ സണ്ണി ലിയോന്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ നമ്മളെ പ്രിയങ്ക ഗാന്ധിനെ എടുത്തിടുന്നയാള്? ഈ സണ്ണി ലിയോനെ കാണാൻ അത്ര ആഗ്രഹമാണ്, അയാളെ വീട്ടിൽ കൊണ്ടുവച്ചോട്ടെ. ശരി, ശ്രീ സന്തോഷം. അതല്ല, കൃത്യമായി അദ്ദേഹത്തോട് അഭിപ്രായം പറഞ്ഞിരുന്നു. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ള വിഷയം നമ്മൾ ആ സമയത്ത് തന്നെ ഇടപെട്ട് കൃത്യമായി പറഞ്ഞിരുന്നതാണ്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ മിനിയാണ് മാവേലിക്കരയിൽ നിന്ന്. ശ്രീമതി മിനി, താങ്കൾ കുറച്ച് ദിവസമായി വിളിച്ചിട്ടല്ലേ? സാറേ, ഞാൻ എന്നും വിളിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. ആണോ? ശരി, ഓക്കെ. എന്തായാലും ഇന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഈ എന്താണ് ഈ ആനകളെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ പല ഉത്സവങ്ങളുടെ ഭാഗമായി നിർത്താറുണ്ട്. ഈ ആനകൾ ഇടയാറും ഒക്കെ ഉണ്ട്. ആനകൾ ഇടയുന്നത് അതൊരു വന്യജീവിയാണ്. ആ വന്യജീവിയെ കൊണ്ടുവന്ന് കുത്തിയും ഇടിച്ചും പേടിപ്പിച്ചാണ് അതിനെ മെരുക്കി നിർത്തുന്നതാണ്, അല്ലാതെ അത് ഇണങ്ങിയൊന്നും വരുന്നതല്ല. അത് അത്തരത്തിലൊരു മാറ്റം, അതിനൊക്കെ അപകടമാണെങ്കിൽ അതിനെ മാറ്റം അനിവാര്യമല്ലേ? തീർച്ചയായും സാറേ, ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഇത്രയും തിരക്കുള്ളിടത്ത് ഈ ഒരു ആനയെ കൊണ്ട് നിർത്തിയിട്ട് എന്തെല്ലാം അപകടങ്ങൾ. അപ്പം ഈ ആനയുടെ ശരീരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാമല്ലോ സാറേ, അതിന് ഈ വീർപ്പ് ഗ്രന്ഥിയൊന്നും ഇല്ലാത്ത. അപ്പൊ നോർമലി അതിന്റെ ബോഡി നല്ല ഹീറ്റ് ആയിരിക്കും. ഈ ഒരു കാലാവസ്ഥയില് ഈ ചൂടും ഉള്ള എന്താ പറയുക പന്തവും വെടിക്കെട്ടും ഇത് കൂടെ ഒക്കെ ആകുമ്പോഴത്തേനും വിവേകമുള്ള മനുഷ്യൻ എന്തെല്ലാം സാറേ കാണിക്കുന്നത്. അപ്പൊ ഈ മൃഗങ്ങള് കാണിക്കുന്നതിന് നമുക്ക് അതൊന്നും പറയാനൊന്നുമില്ല. അപ്പൊ ഈ മൃഗങ്ങളെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കുക, ആനയെ ഉത്സവ സ്ഥലത്തു നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് സാറേ നമ്മൾ പറയുന്നത്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരുണ്ട്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് പറയാം. സാറേ, എന്റെ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് പാറത്തോട് പഞ്ചായത്തില് 15-ാം വാർഡിൽ താമസിക്കുന്ന ആളാ. പലവർക്കും സംശയമുണ്ട് ഞാൻ എവിടെ പാലായിൽ വിളിക്കുന്നതാണെന്നോ അവിടുന്ന് വിളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. താങ്കൾ പേര് മാറ്റി വേറെ സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത്. ശരിയാണോ? അതെ. അപ്പം അത് ശരിയാണോ? ചെക്ക് ചെയ്തെടുത്തോളോ. അത് ശരിയാണോ? അതിങ്ങനെ ശരിയാന്നേ. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പറഞ്ഞ് വിളിക്കുന്ന. അല്ല, അത് ശരിയല്ല. താങ്കൾ വേറെ സ്ഥലം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ?
ഇല്ല ഇല്ല. അപ്പൊ ഓക്കെ, ഞാൻ ശരി. അപ്പൊ അപ്പൊ ഞാൻ താങ്കൾ തന്നെ കോട്ടയം വ്യക്തമാക്കി അത് അല്ല ശരിയല്ലെന്ന്. ഇന്നലെ പറയുന്നത് കേട്ടോ, പാലായിന്നും കോട്ടയം ഗായത്രിന്നും ആ വിളിക്കുന്ന എന്ന് പറഞ്ഞു. എന്ന് കോട്ടയം എന്ന് ഞാൻ ഇന്നലെ ഒരു പറഞ്ഞത് പ്രേക്ഷകൻ ആ പറഞ്ഞു ഇതുപോലെ താങ്കൾ ഒരു പേര് മാറ്റി താങ്കൾ വേറെ പേരിലും വിളിക്കുന്നു എന്ന്. ആ അപ്പൊ കോട്ടയത്ത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഡെസ്കിൽ തന്നെ ചോദിച്ചാൽ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞു കോട്ടയം ജില്ല അതെ കോട്ടയം നിന്ന് കൊടുത്താൽ പോരെ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ കോട്ടയം നിന്ന് കൊടുക്കാൻ പറഞ്ഞു. ആണോ? വേണ്ട, ഞാൻ നമുക്ക് അങ്ങനെ കാഞ്ഞിരപ്പള്ളി പറഞ്ഞത്. തന്നെ കൊടുക്കാം കൃത്യമായി. ആ ശരി, ആ, പറഞ്ഞോളൂ, അപ്പൊ താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ഇത് എന്നാ സാർ ഇത് മൊത്തത്തിൽ ഈ കേരളത്തിലെ ജനങ്ങളെ മൊത്തം കണക്കെടുത്തിട്ട് അവരോട് ചോദിക്കണം, അഭിപ്രായം ചോദിക്കണം 90% ഇത് വേണ്ടത് വെടിക്കെട്ട് വാനം വേണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്കറിയാം ഇത് കുറച്ച് ചിലരാണ് അവരുടെ താല്പര്യം കാരണം ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്കൊരു നമ്മളെ ജീവൻ പോലെ തന്നെ അതിന്റെ ജീവം, അതിനും ജീവനുള്ള സാധനമല്ലേ. അതിനെ വെയിലത്തൊക്കെ കൊടുത്തി കെട്ടി വെള്ളം പോലും കൊടുക്കാതെ ഈ മണിക്കൂറുകളോളം ഇത് നിന്ന് കഴിയുമ്പോഴേക്ക് അതിനെന്തെങ്കിലും ആവശ്യം അതിന്റെ കാലിനിടെ കൊണ്ട് പടക്കമൊക്കെ പൊട്ടിച്ചാൽ പിന്നെ അത് നിൽക്കുമോ? അതിന് ജീവനുള്ള ഒരു സാധനമല്ലേ. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണത്, ചില 90% ആൾക്കാരുടെ കണക്ക് കേരള സർക്കാർ എടുത്തിട്ട് ആ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ കൂടുതൽ ആരും എന്നാ അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം നടപ്പിലാക്കണം. ആന വേണ്ട, വെടിക്കെട്ട് വേണ്ട, ഇതൊന്നും വേണ്ട, ദൈവത്തെ വിശ്വസിക്കാൻ ഇതൊന്നും വേണ്ട. നമ്മുടെ ശബരിമല പോകുന്നു, കോടാനുകൂടി ജനങ്ങൾ പോകുന്നുണ്ട്, അവിടെ ആനയും തേനയും വല്ലതും ഉണ്ടോ? അപ്പൊ ആ വനത്തിലുള്ള ആനയല്ലേ ഉള്ളൂ, അല്ലാതെ വല്ലതും ഉണ്ടോ? അപ്പം അവിടെ വെടിക്കെട്ടുമില്ല. അവിടെ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ വെടിവഴിപാടെന്ന് പറഞ്ഞാൽ അങ്ങ് മാറിയുള്ള ഒരു വെടിവഴിപാട് മാത്രമേ ഉള്ളൂ, അത് ഒത്തിരി അകലെയായിട്ട്. അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് എന്നാ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര നിർബന്ധമാണ് ദേവസ്വം ബോർഡിന്റെ അമ്മമാരെ എല്ലാം അവിടെ നിർത്തി നെറ്റിപ്പെട്ടൊക്കെ കെട്ടി നിർത്തി വെയിലത്ത് അങ്ങോട്ട് നിർത്തിയിട്ട് അമ്മോട്ട് ചെണ്ടമേളം അതാ ചെയ്യേണ്ട. ദേവസ്വം ബോർഡുകാരൊക്കെ ഈ അമ്പല കമ്പനിക്കാരൊക്കെ പിടിച്ചു നിർത്താന്നൊക്കെ പറയാ. വെയിലത്ത് അങ്ങ് നിർത്തണം. വെയിലത്ത് നിർത്തിയിട്ട് ഇതിന്റെ സുഖം ഒന്ന് അനുഭവിക്കണം. വെയിലത്താണ് ആരെ പിടിച്ച് പലപ്പോഴും നിർത്തുന്നത്, അത് ശരിയാണ്. അതാ ചെയ്യണ്ട. കാരണം നമ്മൾ കണ്ടല്ലോ ഇതിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കാര്യം പൊക്കി പിടിച്ച് ഓടുന്നുണ്ടോ? ഇതിന്റെ ഒന്നും പോരുത്. ഇങ്ങനെയുള്ള ആനയും വെടിക്കെട്ടും ഉള്ളിടത്ത് പോരുത്, ആരും പോരുത്. ശരി, അത് പറഞ്ഞാൽ ആളുകൾ അങ്ങനെ ചെയ്യില്ല, ആളുകളൊക്കെ പോകും. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, ഈ കാലത്തിനൊത്തൊരു മാറ്റം ഈ ആനയുടെ കാര്യത്തിലും വേണ്ടതല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ആനയുടെ എണ്ണം കൂട്ടണം എന്ന് പറയണത്. എന്നിട്ടൊരു ഹർത്താൽ നടത്തുക, കുറച്ച് ആൾക്കാർ മരിക്കുമ്പോൾ ഒരു ഹർത്താൽ നടത്തുക. ഞങ്ങളുടെ തൃശ്ശൂർ പൂരം സാറിന് അറിയാലോ, ഈ കുടമാറ്റത്തിന്റെ സമയത്ത് എത്ര ആനകളാണ് അവിടെ നിരത്തി നിർത്തുക? ഞാൻ പറഞ്ഞ ഒരു 10 ആന കൂടി കൂടുതൽ നിർത്തണം. കാരണം അത്രമാത്രം ജനങ്ങൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. പറയമക്കാവിന്റെയും തിരുവമ്പാടിന്റെയും ആനകൾ എങ്ങനെയാ നിൽക്കണമെന്ന് അവിടെ കുടമാറ്റം നടക്കുന്ന ആളുകൾക്ക് അറിയാം. അതിന്റെ രണ്ടിന്റെ ഇടയിലും നിൽക്കുന്ന ആളുകൾക്ക് അറിയാം. അവിടെ തെക്കോട്ടിറക്കം എന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ ഒരു ലത്തി ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തിന്റെ ബേസിലാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ ആനകളുടെ എണ്ണം കൂട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഇതുമാതിരി ഇന്നത്തെ ഒരു ഹർത്താലൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ 90% ആൾക്കാർ ഇതിന് അനുകൂലിക്കുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വെടിക്കെട്ടും ആന ഇല്ലെങ്കിൽ ഒരാളും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീ സുരേന്ദ്രൻ, അങ്ങനെയൊന്നുമില്ല. 90% ഇപ്പൊ നമ്മുടെ പൊതുവേദിയിൽ തന്നെ വിളിച്ച പ്രേക്ഷകരിൽ ഒരാൾ പോലും ഇതുവരെ അങ്ങനെ അനുകൂലിക്കുന്ന രീതിയിൽ കുറച്ച് ആളുകളൊക്കെ ഇതിനെ അനുകൂലിക്കുന്നവരൊക്കെ അങ്ങനെയുള്ളവർ കാണും. പക്ഷെ അങ്ങനെ കുറച്ച് ആളുകളുടെ അനുകൂലിക്കുന്നെന്ന് കരുതി സാറൊന്ന് ആലോചിച്ച് നോക്കുക. മറ്റേ കുടമാറ്റത്തിന്റെ സമയത്ത് കുറച്ച് ആന തെച്ചിക്കാവ് രാമചന്ദ്രനും വേണം. ആ ആനയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ആ ആന ഇല്ലെങ്കിൽ ആകെ എന്തോ ആന ഇടിഞ്ഞു പൊളിഞ്ഞു വീണ മാതിരിയായിരുന്നു ഇവിടെ എല്ലാ സംഘടനകളും എല്ലാ ആൾക്കാരും പ്രതികരിച്ചിരുന്നത്. തൃശ്ശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രൻ വന്ന് തെക്കേ നട തുറക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നവും. ദേവം കോപിക്കും. ഈ തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രൻ ഇനി അദ്ദേഹത്തിന് ആ ആന മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളതാണ് വലിയ പ്രശ്നം. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീമതി ദീപ്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീമതി ദീപ്തി, താങ്കൾ എങ്ങനെയാണ് ഈ ആനയുടെ വിഷയത്തിൽ ഒരു കാലാനുസൃതമായ ഒരു മാറ്റം അനിവാര്യമല്ലേ? ഹലോ, നമസ്കാരം. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ്. എനിക്ക് എന്നൊരു അഭിപ്രായം പറയാനുള്ളത്, നമ്മുടെ ഉത്സവങ്ങളിൽ ആനയെ പോലുള്ള മൃഗങ്ങളെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഗുരുവായൂർ പോലുള്ള വലിയ ക്ഷേത്രങ്ങളിൽ അവരവിടെ തന്നെ പരിപാലിച്ചു പോകുന്ന ആനകളെയാണ് അവിടെ തിടമ്പ എടുക്കാനായിട്ട് വെക്കുന്നത്. പക്ഷെ നമ്മളെ പോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ഇതുപോലെ ഉത്സവം വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ ദൂരദേശത്തു നിന്നൊക്കെയാണ് ആൾക്കാരെ വെച്ചിട്ട് ആനകളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉത്സവത്തിന്റെ അവസാന ദിവസം തിടമ്പേറ്റി താലപ്പൊലിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ആളുകൾ ഭയങ്കര എക്സൈറ്റഡ് ആവുകയും പിന്നെ ആനയെ വാലിൽ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ ഇനിയും സാധ്യത ഏറെയാണ്. പക്ഷെ ഭഗവാന്റെ തിടമ്പ് ഏറ്റവും ഉയർന്ന ഒരു പ്രദേശത്ത് ഉയർന്ന ഒരു പീഠത്തിൽ വെച്ച് ആൾക്കാർക്ക് കാണാൻ പാകത്തിന് അങ്ങനെ ഒരു എന്തെങ്കിലും ദീപ്തി, നമ്മുടെ കുംഭമേളയൊക്കെ ഒരു വലിയ ഉദാഹരണമാണ്. കുംഭമേളയിലൊക്കെ മുൻകാലങ്ങളിൽ അവിടെ ഈ ഷാഹി സ്നാനം എന്ന് പറയുന്ന വിശിഷ്ട ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട 13 അഖാഡകളുടെയും തലവന്മാരൊക്കെ ഈ ഒരു ഘോഷയാത്രയായി വരും. അത് വലിയ ആഡംബരപൂർവ്വമാണ് വരുന്നത്. അന്ന് ആനപ്പുറത്തായിരുന്നു അവർ അന്നൊക്കെ വരിക.
ആനപ്പുറത്ത് വരുന്ന പല ഘട്ടത്തിലും ആളുകൾ കൂടുമ്പോൾ അവിടെ ആന ഇടഞ്ഞ് അപകടമൊക്കെ ഉണ്ടായപ്പോൾ അവർ ഒറ്റയടിക്ക് തീരുമാനിച്ചു ഇനി ആന വേണ്ട. അവിടെയൊക്കെ ട്രാക്ടറിൻ്റെയും ലോറിയുടെയൊക്കെ പുറത്ത് അലങ്കരിച്ചിട്ടാണ് ഈ ഇന്ത്യയിലൊക്കെ തന്നെ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ മതപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ തീരുമാനിച്ചത് വളരെ വേഗത്തിലാണ്. അങ്ങനെ തീരുമാനിച്ചാലും അത് ഇപ്പോൾ അവിടെ ആനപ്പുറത്തല്ല ഈ എഴുന്നള്ളത്ത് നടക്കുന്നത്. അവിടെ എഴുന്നള്ളത്ത് നടക്കുന്ന ഈ ട്രാക്ടറിൻ്റെയും ലോറിയുടെയും ഒക്കെ പുറത്താണ്. കാലത്തിനനുസരിച്ച് എല്ലാം മാറുന്നതല്ലേ? അതെ അതെ, അതുപോലെ നമുക്ക് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. ക്ഷേത്രങ്ങളിൽ വരുമ്പം തിടമ്പ് ഇത്തിരി ഉയർന്ന പീഠത്തില് ഇരുത്തി അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ, ഒരുപാട് സംവിധാനങ്ങളില്ലേ? നമുക്ക് ആന തന്നെ വേണമെന്നില്ലല്ലോ, ഉയർന്ന എത്ര ഇതിനേക്കാൾ ഉയരത്തിൽ വേണമെങ്കിൽ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പക്ഷേ എനിക്ക് പറയാനുള്ളത് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവണം. ഇപ്പം ജനബാഹുല്യം കൂടുതലാണ്, ഉത്സവങ്ങളും കാര്യങ്ങളും ഉണ്ടായാൽ. പഴയ കണക്ക് പിന്നെ മൈതാനങ്ങളൊക്കെ മൈതാനങ്ങളുടെയൊക്കെ വിസ്തൃതി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ ആന എഴുന്നള്ളിപ്പെന്നൊക്കെ പറയുന്നത് ഒരു ചടങ്ങാക്കി ഒതുക്കിയെടുക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയാൻ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ വരുമ്പം ഒരു മതം കൊണ്ട് പ്രതിരോധിക്കുന്ന ഒരു ശൈലി നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അതെ, അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എന്ത് പറഞ്ഞാലും അതിനെല്ലാം മതം കയറ്റി വരുന്ന ശൈലി. അതുകൊണ്ട് ഇപ്പൊ പുതിയൊരു യുഗത്തില് ധൈര്യമായിട്ട് കൈവെക്കാൻ ഭരണാധികാരികൾക്ക് കഴിയാതെ വരുന്നു. അതൊരു ഭരണാധികാരികൾ അങ്ങനെ ചെയ്യാത്തത് പല കാലങ്ങൾ ഏതെങ്കിലും പല കാലങ്ങളിൽ ഭരണാധികാരികൾ അത് ചെയ്യാത്തതുകൊണ്ട് കൂടിയാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതെ, ദില്ലിയില് പണ്ട് ഈ പിന്നെ ദീപാവലി ഉണ്ടായപ്പോഴത്തേക്ക് ശുദ്ധവായു ഇല്ലാതായി. അവസാനം ATM കൗണ്ടർ പോലെ ശുദ്ധവായു കൗണ്ടർ അവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആരായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. അവിടെ ഉടനെ അതിനെതിരെ ഇത് ആചാരങ്ങളെ പിന്നെ ഗുണപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊരു ഒരു 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 ക്യാമ്പയിനിങ് ഒക്കെ അവിടെ നടന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ശക്തികളെ ചില അവസരങ്ങൾ കാത്തിരിപ്പുണ്ട്. നമ്മളിങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞവരെല്ലാവരും ഏകാഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ വസ്തുതകളിലേക്ക് വരുമ്പോൾ, ഇതിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ എത്ര പേര് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ മതം കൊണ്ട് ഈ കാര്യങ്ങൾ പ്രായോഗികമായി വളരെ വ്യക്തമാണ്. അത്തരം പല ശക്തികളും പല കാലത്തും എതിർപ്പുമായി വരും. പക്ഷെ അതിനൊക്കെ അതിജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് അതിജീവിച്ചാണ് കാലവും ലോകവും ഒക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ ചർച്ച തുടരാം. ശ്രീ ജോസഫാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ജോസഫ്, ഈ കാലത്തിനനുസരിച്ചൊരു മാറ്റം ഈ കാര്യത്തിലും വേണ്ടതല്ലേ? ആനകളൊക്കെ എത്രയോ ആനകൾ ഇടയുകയും ആളുകൾ കൊല്ലപ്പെടുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്നു. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഒരാനയായാലും 10 ആനയായാലും അപകടം ഉണ്ടാവാൻ അപകടം ഇല്ലാതിരുന്നത് ഭാഗ്യം കൊണ്ട് ഒന്ന് മാത്രമാണ്. അതെ, ഒരാനയാണെങ്കിലും 10 ആനയാണെങ്കിലും. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം സാർ. തൃശ്ശൂരുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഉത്സവത്തിന് വേണ്ടി ക്ഷണിച്ചു. ഞാൻ ഇവിടുന്ന് പോയി. അത് പീച്ചി ദേശത്തുള്ള ഒരു അമ്പലത്തിലാണ്. ആ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ കരക്കാരും ഓരോ ആനയെ എടുത്ത് അവിടുന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരും. കറക്റ്റ് 9 മണിക്ക് തുടങ്ങും ഈ ആനയെ എഴുന്നള്ളിച്ച് ഈ അമ്പലത്തിലേക്ക് വരവ്. രാത്രിയിലാണെന്ന് ഓർമ്മയാണ് സാറേ. രാത്രി 9 മണിക്ക് ഈ ആനയുടെ പുറകെ ഞങ്ങളൊക്കെ കൂട്ടുകാർ കൂടി ഈ ആനയുടെ പുറകെ വന്ന് അപ്പൊ ഓരോ ജംഗ്ഷനിലും പടക്കം പൊട്ടിക്കുന്നുണ്ട് സ്വീകരണത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെ ഈ ഉത്രാളിക്കാവ് അമ്പലം, അങ്ങനെ ഒരു അമ്പലമാണ്, ഞാൻ പേര് മറന്നുപോയി. അപ്പൊ ഈ അമ്പലത്തിൽ എത്തുമ്പോഴത്തേക്കും നേരം വെളുത്ത് 6 മണിയായി. നോക്കിയപ്പോ 40ഓളം ആനകളാണ്. അപ്പൊ 40 കരക്കാർ 40 ആനയെ കൊണ്ടുവന്നേക്കാണ്. എന്നിട്ട് ഈ ആനയുടെ മുമ്പിൽ 7 മണിക്ക് 7:30 മണിക്ക് ഒരു ചെണ്ടകൊട്ടാണ്. അപ്പൊ ഈ ആന ആകെ തളഞ്ഞിരിക്കുകയാണ് സാറേ. ഇത് അപകടം ഇല്ലാതിരുന്നത് ഓരോ വ്യക്തികളുടെയും ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇത് നിരോധിക്കേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളല്ല, അധികാരവർഗങ്ങളാണ്. പക്ഷേ പുരോഗമന ആശയമുള്ളവർ വരെ ഇതിനെ കൂട്ടുനിൽക്കുന്നുണ്ട് വോട്ട് ബാങ്കിന്റെ ഭാഗമായിട്ട്. ശരി, താങ്കൾ ഉന്നയിച്ചത് ഗൗരവമായ ഒരു വിമർശനം തന്നെയാണ്. പലപ്പോഴും പലയിടത്തും പല തീരുമാനങ്ങൾക്കും തടസ്സമാകുന്നത് അത്തരം ചില താല്പര്യങ്ങളൊക്കെ തന്നെയാണ്. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് ഈ ആനയുടെ വിഷയത്തിൽ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഉത്സവങ്ങൾക്കൊന്നും ആന വേണ്ടെന്ന് ആവശ്യമേ ഇല്ല. ഒന്നാമത് കാട്ടിൽ കിടക്കുന്ന ആനയെല്ലാം കൂടെ നാട്ടിൽ വന്ന ആൾക്കാരെ എല്ലാം കൊല്ലുന്നു. അതിന്റെ കൂടെ ഇപ്പൊ ഇവിടെ ഉത്സവം നടത്തി ആനയും കൂടെ വിരട്ടി ആളുകളെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് വെടിക്കെട്ടും അതും ഇതുമെല്ലാം നടത്തുന്നത്. അതൊന്നും ഭഗവാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനൊക്കെ ചെയ്താലേ ഞാൻ പ്രസാദിക്കുള്ളൂ, അതിനൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ മതത്തിലൊക്കെ പിടിച്ച ആൾക്കാർ വരുത്തുന്ന കാര്യങ്ങളാ. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഉത്സവങ്ങൾ തുടങ്ങുക. ഞങ്ങൾ റോഡ് സൈഡിലാണ്. ഞാനിവിടെ പേടിച്ചിരിക്കുക. നമ്മുടെ വീടിന്റെ മുറ്റത്തൂടാണ് ഈ പറ പോകുന്നത്. അന്നേരം ആനയുണ്ട് അതിന്റെ കൂട്ടത്തില്. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറയായിരുന്നു, നമ്മുടെ വീട്ടിന്റെ മുമ്പേ വരുമ്പം വെടിവെക്കണ്ട ഏട്ടാ, അതങ്ങ് പോയിക്കോട്ടെ എന്ന്. അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇത് കണ്ടോണ്ടിരിക്കാനും
പ്രയാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും നിരോധിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശ്രീമതി ജയ, പലരും അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിന് മുന്നിൽ വരുമ്പോൾ കുറെ കൂടി വെടിയാവട്ടെ, അല്ലെങ്കിൽ കുറെ കൂടി ആനകൾ വരട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ മത്സരിക്കുകയാണ് ഇപ്പോൾ. ശ്രീ ഷിബു ആണ്. ശ്രീ ഷിബു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, എന്റെ ഒരു അഭിപ്രായത്തില് നമ്മുടെ വാർത്തകൾ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ വാർത്ത 2-3 ദിവസം വേറൊരു വാർത്ത കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിന്റെ കുറെ നമ്മളെല്ലാവരും ഇതെല്ലാവരും മറക്കും. പക്ഷെ ഇതിനൊക്കെ കൃത്യമായിട്ട് നിയമം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. പക്ഷെ ആ നിയമത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇത് കറക്റ്റായിട്ട് നിയന്ത്രിക്കേണ്ടത്. അവർ നിയന്ത്രിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവുന്നത്. അവരെല്ലാം ഓരോ കാര്യങ്ങൾ നോക്കി ഒരു അടുത്ത ബന്ധു ഒരു കാര്യം പറഞ്ഞാൽ ആര് പറയാൻ പോവുക, മറ്റുള്ള അതിനകത്തൊരു വിഷയം ഇത് ഇപ്പൊ നിയമം ഉള്ളതുകൊണ്ട് ആ നിയമാനുസൃതം ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് അതല്ല. ഈ ആനകളെ തന്നെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ആനകളെ ഒഴിവാക്കി പകരം സംവിധാനത്തിലേക്ക് പോകേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ കൊള്ളാം, നല്ലതാണ്. പക്ഷെ എങ്കിലും കഴിവതും നമ്മൾ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ്. ആനകളെ കഴിവതും അതിന്റെ നിയന്ത്രണത്തിൽ നിർത്തി തന്നെ പോവാണ്. നമ്മളൊരു സുപ്രഭാതത്തിൽ ആനകളെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ആനകളെ ഒന്നും ഒരു നിയന്ത്രണത്തിലൊക്കെ ആനകളെ വിരട്ടി നിർത്താവുന്നതിനപ്പുറത്തേക്ക് ആനകളെ ഒന്നും ഒരിക്കലും ഇണക്കിയൊന്നും നിർത്താനൊന്നും കഴിയുന്നൊരു ജീവിയല്ലത്. അതിന്റെ വന്യ സ്വഭാവം, അതിന്റെ ഉള്ളിലുള്ളത് അതിന്റെ സ്വഭാവം വന്യ സ്വഭാവമാണ്. അത് എപ്പോഴെങ്കിലും ഒക്കെ കാണിക്കും. തീർച്ചയായിട്ടും അത് കഴിവതും നമ്മൾ നിയന്ത്രണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. മാറ്റാൻ കഴിയണത്തില്ലെന്നൊന്നുമില്ല. ഇങ്ങനെ ലോകത്തെല്ലാ മാറ്റങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളതല്ലേ, മാറ്റാൻ തീർച്ചയായിട്ടും ഉണ്ടാവണം. അതാണ്. ശ്രീ പ്രേമനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ പ്രേമൻ, താങ്കൾ തൃശ്ശൂരിലാണ്. പ്രത്യേകിച്ച് ആനപ്രേമികളുടെയൊക്കെ ഒരു നാട്, കൂടുതൽ ആളുകളുള്ള ആളുകൾ കൂടിയാണെന്ന് തോന്നുന്നു തൃശ്ശൂര്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എനിക്ക് പറയാനുള്ളത് സുരേന്ദ്രൻ പറഞ്ഞ അതേ കാര്യമാണ്. പറഞ്ഞോളൂ. സുരേന്ദ്രൻ പറഞ്ഞ കാര്യം കറക്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിനൊക്കെ എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പുലുവാല. അതെ. ശ്രീ വേണുഗോപാലാണ് കൊല്ലത്തുനിന്നും. ശ്രീ വേണുഗോപാൽ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് സാറേ നമ്മൾ ഇതൊക്കെ ഈ ആചാരങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആചാരങ്ങളെ നമ്മൾ ഈ സാധുക്കൾക്ക് ഈ പൈസ കൊടുത്ത് എത്രയോ ആൾക്കാർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന, വീടില്ലാതെ കിടക്കുന്നവർക്കൊക്കെ ഈ പൈസ എടുത്ത് സാധുക്കൾക്ക് കൊടുത്താൽ അത്രയും പുണ്യം കിട്ടും. അവർ ദൈവത്തെ വിളിക്കും. ഈ ആന എഴുന്നള്ളിച്ചാൽ നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പൊ എത്രയോ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, എന്തായാലും നമുക്ക് കരുതി ഇത്ര അല്ല, ഈ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആചാരത്തൊന്നും പറഞ്ഞിട്ടില്ല സാറേ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ രാജേന്ദ്രനാണ്. പറഞ്ഞോളൂ. ശതമാനം ആന എഴുന്നള്ളിപ്പ് വേണം. എത്രയോ പേര്, ഇപ്പൊ 30,000 പേര് മരിച്ചില്ലേ നമ്മുടെ കുംഭമേളയില്? ആന അമ്പലത്തിൽ തൊഴാൻ പോയ തിരുപ്പതിയിൽ എത്ര പേര് മരിച്ചു? 15 പേര് മരിച്ചില്ലേ? ഏതൊരു നമ്മുടെ ഒരു ഫേക്ക് ബീഹാറിൽ 80 പേര് മരിച്ചു. മനസ്സിലായോ? സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വരണ്ട. ഓക്കെ, ഇത് ഇപ്പോഴത്തെ 4-5 അടുത്ത കാലത്തുണ്ടായില്ല 4 സ്ഥലം നമ്മുടെ ഉറുമീസമാരത്തെ പരിപാടികളാ. ഓക്കെ, അതിൽ ആ കുട്ടികൾ വെറുതെ ഓടിച്ചാട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, ചെറിയ സംശയമാണ്. മറ്റു പലയിടങ്ങളിലും ആളുകളൊക്കെ മരിക്കുന്നുണ്ട് മറ്റു പല കാരണങ്ങളല്ല. അതുകൊണ്ട് ആന കൂടി ചവിട്ടി ആളുകളെ കൊല്ലട്ടെ എന്നാണോ? ലോകത്തിന് എന്തിനും റിസ്ക് ഉണ്ട്. പ്ലെയിനിൽ കയറിയ റിസ്ക് ഉണ്ട്. കാര്യം എന്താണ്? ഇത് ആ കാര്യത്തിന് വേണ്ടി റിസ്ക് എടുത്ത് നമുക്ക് റോഡിൽ കൂടെ പോയാൽ അപകടം ഉണ്ടായെന്ന് കരുതി നമുക്ക് പോകാതിരിക്കാൻ എത്ര ഉത്സവം, എത്ര പൂരം, എത്ര വേല സുഖമായിട്ട് നടന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിനെപ്പറ്റി എന്താ പറയാത്തെ? കേരളത്തിൽ 45-50 ആന ഉള്ള നന്നായി നടന്നിട്ടുണ്ട്. ആന എഴുന്നള്ളിപ്പ് ഒരു മസ്റ്റാണ്. കുറച്ച് ചെറിയ സംഭവങ്ങളൊക്കെ ഇതുമാതിരി ഉണ്ടായിരിക്കാം. കുംഭമേള നിർത്താൻ എന്തുകൊണ്ട് കുംഭമേള നിർത്തിയില്ല? 30,000 കുംഭമേളയിൽ നേരത്തെ ഷാഹി സ്നാനത്തിന് വേണ്ടി എല്ലാ ആശ്രമങ്ങളുടെ അഖാഡകളുടെ തലവന്മാർ വരുന്ന ആനപ്പുറത്തായിരുന്നു. അവർ തീരുമാനിച്ചു അവിടെ ആന വേണ്ട എന്ന് തീരുമാനിച്ചു. തൊഴാൻ നിന്ന് എത്ര അമ്പലത്തിൽ ആൾക്കാർ മരിക്കും? ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കി മരിക്കുന്ന പോലെയാണ് ആന.
അതേമാതിരി എടുത്താൽ മതി ഇത്. അങ്ങനെ എടുക്കാൻ കഴിയില്ല ശ്രീ രാജേന്ദ്രൻ. എല്ലാം താങ്കൾക്ക് അങ്ങനെ താല്പര്യമൊക്കെ കാണും, അതൊക്കെ പറയുക എടുക്കാൻ പറ്റില്ല. എന്ത് കാര്യം പറ്റില്ല? അതൊന്നും ബാലൻസ് ചെയ്യണ്ടല്ലോ. എന്താ ഇതിന്റെ പിന്നിൽ മാത്രം ആന ചവിട്ടി കൊല്ലുന്നതുകൊണ്ടാണ് ശ്രീ രാജേന്ദ്രൻ. ആന ചവിട്ടിയൊന്നും കൊന്നില്ല. ഇന്നലെ ഒന്നും ചവിട്ടി കൊന്നില്ല. ആന മറ്റേ അത് തന്നെയാണ് പറഞ്ഞത്. ആന കാട്ടിക്കിടക്കുന്ന ജീവിയെ കൊണ്ടുവന്ന് നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്ര ഈ വർഷം എത്ര പൂരം ഉത്സവം നടന്നു? ഓൾറെഡി കഴിഞ്ഞു. അതിലാകെ 3-4 സ്ഥലത്തുണ്ടായിണ്ടാവാം. നിങ്ങൾ 45 ആനകൾ നടന്ന എത്ര കുന്നങ്ങളെ പാർക്കാടി മറ്റേ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ആദ്യം നല്ല കാര്യങ്ങൾ കാണിക്കൂ. എത്രയോ സ്ഥലത്ത് നല്ല നല്ല കാര്യവും കാണിക്കുക. ഇതൊരു ചെറിയൊരു സംഭവം, ചെറിയ സംഭവമായിട്ട് എന്തായാലും ആളുകളെ ചെറിയ സംഭവമായിട്ട് താങ്കൾക്ക് എടുക്കാൻ കഴിയും, പക്ഷേ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ശരി, താങ്കളുടെ ആഗ്രഹം. അങ്ങനെ ഇങ്ങനെ ആഗ്രഹമുള്ള ആളുകളും ഉണ്ട് നാട്ടിലൊക്കെ. കണ്ണൂരിൽ നിന്ന് ശ്രീദാസനാണ്. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ കാലാനുസൃതമായ ഒരു മാറ്റം ഈ വിഷയത്തിൽ വേണ്ടേ? തീർച്ചയായിട്ടും വേണം, കർശനമായി നിരോധിക്കണം. അത് മാത്രമല്ല, ഇപ്പം പറഞ്ഞ ആ പ്രേക്ഷകൻ പറഞ്ഞ അയാളെ ഭാര്യയോ മക്കളോ ആരെങ്കിലും മരണപ്പെട്ട ആനയെ എത്തിയിട്ട് അപ്പോൾ അയാൾക്ക് ബോധം വരും. എന്ത് ചോദ്യവാസ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ആനേന്റെ പാലിന്റെ മേലെ പടക്കം കെട്ടി പൊട്ടിക്കുക. ആന അത്രയാണെങ്കിലേ കൊന്നുള്ളൂ എന്ന് നമ്മൾ സമാധാനിക്കാൻ വേണ്ടത്. ഇനിയെങ്കിലും കോടതി ഇടപെട്ടുകൊണ്ട് ഇത് നിങ്ങൾ ഏതൊക്കെ ദൈവത്തിന്റെ പേരായിട്ട്, ക്രിസ്ത്യാനിന്റെയോ മുസ്ലിമിന്റെയോ ഹിന്ദുവിന്റെ ഏത് ആചാരത്തിന്റെ പേരിലായാലും ആനേനെ കൊണ്ടില്ല പറയും. നിങ്ങൾ പണ്ട് കാലത്തൊക്കെ തമ്പുരാക്കന്മാരെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പോകുന്ന സംഭവം ഇത്. അല്ലാതെ ഈ ദൈവത്തിന് വേണ്ടി ഇതിനകത്ത് ഒരു പങ്കും ഇല്ല. ഈ ആനയും ദൈവവും തമ്മിൽ ഇതൊക്കെ വെറുതെ ഇപ്പൊ നിങ്ങളിപ്പോ തൃശ്ശൂർ പൂരം നല്ല കൊടും വേനലിന്റെ മെയ് മാസം തൃശ്ശൂർ പൂരം നടക്കുന്നത്. നാളെ 10-30-40 ആനയാണ്. എന്റെ ഒരു മരണം ആന നടക്കുമ്പോൾ ഇനി ലോകം ചെയ്യും. ഇത് അധ്യയന നിരോധനം ഞാൻ പറഞ്ഞു. എന്ത് ദൈവത്തിന് പേരെ പാടില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് കോഴിക്കോട്. ശ്രീ സൈനദാസൻ, താങ്കൾക്ക് നമസ്കാരം. നമസ്കാരം സർ. ഉത്സവ കമ്മിറ്റി ഉത്സവം തുടങ്ങുന്നതിന് മുൻപേ സുരക്ഷാ സന്നാഹങ്ങൾ നല്ല രീതിയിൽ ചെയ്തിരിക്കണം. ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ ബാരിക്കേഡ്, വോളണ്ടിയേഴ്സ് ഇതൊക്കെ വേണം. പിന്നെ മൃഗങ്ങൾക്കും ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അവര് സ്നേഹമുണ്ട്. നമ്മൾ മൃഗങ്ങളെ കൂടുതൽ ഉപദ്രവിക്കാൻ പോകരുത്. വെടിക്കെട്ട് അത് പേടിക്കും. അതേമാതിരി നമ്മൾ സുരക്ഷ നല്ല കൃത്യമാക്കി നടന്നാൽ ഒരു പ്രശ്നവും വരില്ല. കാരണം ജനങ്ങൾ കൂട്ടം കൂടിയിട്ട് അങ്ങോട്ട് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകും. ഇതൊരു വന്യമൃഗമാണ്. ആ വന്യമൃഗത്തെ നമ്മൾ കുത്തിയും അടിച്ചും ഒക്കെ ചട്ടം പഠിപ്പിച്ച് മെരുക്കി നിർത്തിയേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഏത് സമയത്തും അതിന്റെ ഉള്ളിലെ വന്യത പുറത്തു വരാം. അതിന്റെ സ്വാഭാവികമായ അതിന്റെ ചോദന എന്ന് പറയുന്നത്. ഹലോ, പറഞ്ഞോളൂ. അതായത് വാളണ്ടിയേഴ്സ് വേണം ഇതിന്. വാളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങളെ നിയന്ത്രിക്കാൻ അവർ കർശന ഓർഡർ കൊടുക്കണം. അവർ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് പോകരുത്, തീന്റെ അടുത്തേക്ക് പോകരുത്, മൃഗങ്ങളുടെ അടുത്തേക്ക് പോകരുത്, അതേമാതിരി വെളിച്ചപ്പാടുകളുടെ അടുത്തേക്ക് പോകരുത്. ഇതൊക്കെ പറയണം. അവർക്ക് ബോധം വരുത്തി കൊടുക്കണം. അവരെ നിയന്ത്രിക്കാൻ വാളണ്ടിയേഴ്സ് വേണം ആദ്യം. പിന്നെ ഇത് ഒരു അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള പരിപാടിയായിരിക്കണം. ഇത് ഉത്സവ കമ്മിറ്റി നല്ല വെള്ള ഡ്രസ് ഇട്ടിട്ട് ആർഭാടായിട്ട് മുന്നിൽ നടന്നിട്ടൊന്നും കാര്യമില്ല. നല്ല ഫണ്ടും ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം സർ. നമസ്കാരം. ഈ ആനയില്ലാതെ ആവശ്യം പറ്റില്ല എന്നല്ലേ ചോദിച്ചേക്കണേ? അതെ. അല്ല, പ്രിയങ്ക ഇല്ലാതെ നല്ലല്ലേ ചോദിച്ചേക്കണതാണോ? അതിനെ കുറിച്ച് മറുപടി പറഞ്ഞല്ലോ നേരത്തെ തന്നെ. ഞാൻ തന്നെ അത് കൃത്യമായി പറഞ്ഞു. ഒരാൾ പറഞ്ഞതിന് ഇത്രയും ആവർത്തിച്ചൊന്നും മറുപടി പറയണ കാര്യമില്ല. മറ്റ് പ്രേക്ഷകരൊക്കെ പറഞ്ഞു കഴിഞ്ഞതല്ലേ? താങ്കൾ കണ്ടോണ്ടിരിക്കുന്നത്. ഞാനത് വളരെ കൃത്യമായി അയാളോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അത് എല്ലാ ദിവസവും അങ്ങനെ പറയുന്ന ആളല്ല. ശ്രീ രാജനൊക്കെ എല്ലാ ദിവസവും വിളിക്കുന്ന ആളാണ്. പക്ഷേ ഈ ദിവസം അങ്ങനെ തെറ്റായി ഒരു ഇതിലേക്ക് വന്നപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു. ശ്രീ ജയകുമാർ, ഞാൻ വെള്ളം പൂശിയല്ല, ഞാൻ വളരെ കൃത്യമായി ഇടപെട്ട് കൃത്യമായി പറഞ്ഞു. ഇനി അത് നമുക്ക് വിട്ടത് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരൂ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, താങ്കൾ ഈ വിഷയത്തിലേക്ക് വരൂ ശ്രീ ജയകുമാർ. ദിവസം പറയുന്നത്. പക്ഷേ സാറേ ഇത് ശരിയാവില്ല പറയാണ്. ശ്രീ ജയകുമാർ, ഈ വിഷയത്തിൽ പറയൂ. മറ്റേത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ? നമ്മൾ പിന്നെയും കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല. ശരി, ഓക്കെ, എന്നാൽ ശരി. ശ്രീ അബ്ദുൾ റഹ്മാനാണ് മാന്നാറിൽ നിന്നും. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾ എങ്ങനെയാണ് ഈ ആനയെ കൊണ്ട് എഴുന്നള്ളത്തിന്, ആനയെ ഉത്സവത്തിന്റെ ഭാഗമാക്കുന്ന രീതി, അതിലൊരു കാലാനുസൃതമായ മാറ്റം വേണ്ടേ? നമസ്കാരം. ഞാൻ പറയുന്നത് സാർ ശ്രദ്ധിക്കണം. കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, ഞാൻ വിയപുരം എന്നൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. വിയപുരം അവിടെ
ബിയവരം ഡിപ്പോയിൽ നടന്ന ഒരു ആനക്കാരനെ കൊന്ന കഥയാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇതെല്ലാവരും 50 വർഷമായി കാണും. ഈ ആന അയാളുടെ ജോലി താങ്കളെ TV മ്യൂട്ട് ചെയ്യൂ ആദ്യം. ഞാൻ മാറി TV പറഞ്ഞോ. അവിടുന്ന് ഈ ആനക്കാരൻ പാപ്പാനെ 1.5 ദിവസം ഈ ആനയെ അഴിച്ചില്ല. ഒരു ഒഴിഞ്ഞ പുരയിടത്തിൽ കൊണ്ട് കിട്ടി. 1.5 ദിവസം കഴിഞ്ഞ് ഈ പാപ്പാൻ വന്ന് ആനയെ അഴിച്ചു. ആന പെട്ടെന്ന് ഇയാളെ പിടികൂടി കാലുകൊണ്ട് തട്ടി ഒരു പൊഴിയെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞു. 1.5 ദിവസം കഴിഞ്ഞാണ് ആ ശവം കണ്ടത്. ഈ പാപ്പാന്മാർക്ക് മർമ്മം അറിയത്തില്ല, ആനയെ സ്നേഹിക്കാൻ അറിയില്ല, അതിന്റെ രീതികൾ മനസ്സിലാക്കാതെ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, ഇവിടെ അടുത്ത് തന്നെ തൈയിൽ ഒരു ആന ഉണ്ടായിരുന്നു. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകുന്നുണ്ട്. ശ്രീ ബാബു ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ബാബു, താങ്കൾ എങ്ങനെയാണ് ഈ ആനയുടെ കാര്യത്തിൽ ഒരു കാലാനുസൃതമായ മാറ്റം അനിവാര്യമല്ലേ? ശ്രീ മുഹമ്മദ് ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ തിരുവനന്തപുരത്ത് എവിടുന്നാണ് വിളിക്കുന്നത്? ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെ നമുക്ക് മര്യാദ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതായത് മനുഷ്യൻ നന്നായാലേ ശരിയാവും. അതിപ്പോ പള്ളിയിൽ കൊണ്ടുവന്നാലും അമ്പലത്തിൽ കൊണ്ടുവന്നാലും ക്രിസ്ത്യൻ പള്ളിയിൽ കൊണ്ടുവന്നാലും മൃഗങ്ങളെ നമുക്ക് ചട്ടത്തിലൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ഈ ഉത്സവങ്ങളിലും ഇതുപോലുള്ള ആഘോഷങ്ങളിലും നിന്നും മൃഗങ്ങളെ ഒഴിവാക്കുന്നതാണ് മനുഷ്യജീവന് ഏറ്റവും നല്ല കാര്യം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഏത് കാര്യത്തിലായാലും അത്തരം ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് പറയുന്നു. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, എങ്ങനെയാണ് ഈ ആനകൾ നിരന്തരം പല ഉത്സവങ്ങളുടെ ഭാഗമായി ഇടുകയും ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നു? അക്കാര്യത്തിൽ ഈ ആചാരങ്ങളിലൊക്കെ പേരിലാണ് പലപ്പോഴും ഇതൊക്കെ നടക്കുന്നത്. അക്കാര്യത്തിൽ കാലാനുസൃതമായൊരു മാറ്റം അനിവാര്യമല്ലേ? കിരണേ, ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആന ഇടഞ്ഞു, അത് 3 പേരുടെ മരണത്തിനിടയാക്കി, അത് വിഷമമുള്ള കാര്യമാണ്. ആ വിഷയം വന്നപ്പോഴാണ് നമ്മൾ ഇതിനെതിരെ അത് ആനയെ ഇറക്കുന്നതിനെതിരെ സംസാരിക്കുന്നത്. അതേസമയത്ത് ഇപ്പൊ തൃശ്ശൂർ പൂരം നടക്കുകയാണെന്ന് കരുതും. തൃശ്ശൂർ പൂരത്തിന് കോടതി പറഞ്ഞിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ആനയെ കുറച്ച് നീട്ടി നിർത്തണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനം, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കോടതിയുടെ തീരുമാനം പാലിക്കാനായിട്ട് ശ്രമിച്ചാൽ എന്തായിരിക്കും അപ്പോഴത്തെ ഒരു നിങ്ങളുടെ ഒരു പൊതുവെ? അങ്ങനെ ഏത് നിലപാടിലും ഒരേ നിലപാട് മാത്രമേ സ്വീകരിച്ചുള്ളൂ, അല്ലാതെ അവിടെ ആനയെ കൊണ്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഏതോ ഒരു പള്ളിപ്പറമ്പിൽ ഒരു കല്ല് കണ്ടപ്പം ശിവലിംഗമാണെന്ന് പറഞ്ഞു പോകുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത്. ആളുകളാണ്. ഇവരോടാണോ നമ്മൾ ഇതെല്ലാം പറയേണ്ടത്? ഒരു കാര്യം പറയാം, ഇപ്പൊ പിണറായി വിജയൻ പറയാണ് ഈ ആനകൾ വേണ്ട എന്ന് പറഞ്ഞ ഇന്ന് ഈ സംസാരിച്ച ഏകദേശമുള്ള ആൾക്കാർ ഒരു 90% രാഷ്ട്രീയം എന്താണെന്ന് അറിയാലോ. ഇവിടെ വന്ന് പറഞ്ഞവര് മുഴുവൻ നേരെ തിരിച്ചു പറയും. ഇതിലെല്ലാം രാഷ്ട്രീയം കാണുന്നവരാണ് ശ്രീദീപു, അങ്ങനെ ആരെങ്കിലും പറയുന്നതായിട്ട് തിരിച്ചും മറിച്ചും തീരുമാനമല്ല എടുക്കേണ്ട. ഭരണാധികാരികൾ എടുക്കേണ്ടത് നാടിന് അനുയോജ്യമായ തീരുമാനം. അതിൽ മറ്റു താല്പര്യങ്ങൾ ഉണ്ടാവരുത്. അതായത് നമ്മുടെ സ്ഥലത്തിനും സൗകര്യത്തിനും ഇതിന്റെ കാര്യങ്ങൾക്കും അനുസരിച്ച് തീരുമാനം എടുത്ത് കുറച്ച് കൊണ്ടുവന്ന് നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരണം. നമുക്കിനി തൃശ്ശൂർ പൂരം വരട്ടെ. അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് കാണാം. ഇത് ഓർത്തു വെച്ചാൽ മതി, നമുക്ക് അന്നും സംസാരിക്കാം. ശരി, ഓക്കെ. എന്തായാലും എല്ലാ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും മാറ്റം കൊണ്ടുവരേണ്ടത് തന്നെയാണ്. മാറ്റം അനിവാര്യമാണെങ്കിൽ അത് കൊണ്ടുവരണം. അല്ലാതെ അതിൻ്റെ പേരിൽ ആരെങ്കിലും മറ്റു താല്പര്യങ്ങളുണ്ടോ, രാഷ്ട്രീയമുണ്ടോ, വോട്ട് പോകുമോ ഒന്നും നോക്കിയല്ല തീരുമാനങ്ങൾ. ലോകത്ത് അങ്ങനെ തീരുമാനങ്ങളൊന്നും വന്നത് എതിർപ്പുകളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ലോകം മുന്നോട്ട് പോയതും എല്ലാ പുരോഗമന തീരുമാനങ്ങളും വന്നതും. ശ്രീ വിജയകുമാറാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? സാർ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോവിഡ് ഒക്കെ ഉള്ള സമയത്ത് ഇതിന്റെ ഈ ആഘോഷങ്ങളും ഉത്സവം ഇതൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാം നടന്നിട്ടുണ്ട്. കോവിഡുള്ള സമയത്ത് ആചാരവും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. എല്ലാ ആരാധനാലയങ്ങളും അടഞ്ഞു കിടക്കുകയായിരുന്നു. അന്നൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഒരു ദൈവവും കോപിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജല്ലിക്കെട്ട്, മനുഷ്യന് എത്രയോ പ്രശ്നം ഉണ്ടാക്കുന്ന പട്ടി, അത് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഹാനികരമാക്കുന്നതിനെല്ലാം തീർച്ചയായിട്ടും ലിമിറ്റ് ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ്. ശരി, ശ്രീ വിജയകുമാറാണ് കൊല്ലത്ത് നിന്നും. ശ്രീ കുമാറാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ കുമാർ, താങ്കളൊരു തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ആനയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളൊക്കെ ഉള്ള ഒരു നാട് കൂടിയാണ്. താങ്കൾ എങ്ങനെയാണ് കാലാനുസൃതമായ ഒരു മാറ്റം ഈ ആനകളെ ഉത്സവത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ ഒഴിവാക്കാൻ വേണ്ടേ?
അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ അരുണാണ് അതിരപ്പള്ളിയിൽ നിന്നും. ശ്രീ അരുൺ പറയൂ. ഹലോ, നമസ്കാരം അരുൺ, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഈ വയനാട്ടിൽ ഇപ്പൊ രണ്ടുപേരെ ഇപ്പൊ കൊന്നു. ഈ ആനകൾക്കാണോ മനുഷ്യന്മാർക്കാണോ കുഴപ്പം? വയനാട്ടിൽ ആണ് കൊന്നത് കാട്ടാനകളാണ്. ഇത് നാട്ടിൽ കൊണ്ടുവന്ന് കാട്ടാനയെ പിടിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് അടിച്ചു പിടിച്ചും ഭയപ്പെടുത്തി മെരുക്കി നിർത്തിയിരിക്കുന്ന ആനകളാണ്. രണ്ടും വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. പക്ഷെ ഈ ഇപ്പൊ ഇത്രയും ആനകള് ഒരുപാട് നമ്മുടെ നാട്ടിലെ ആനകള് കാട്ടിലെ ആനകൾ കൂടിയേക്കാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ ആനകൾ മെരുക്കി ഇവിടെ കൊണ്ടുവെക്കല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൾക്കാരെ ഈ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരെ വിഷമങ്ങളും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ വിഷയം അതല്ലല്ലോ, കാട്ടിലെ ആനകളുടെ വിഷയമല്ലോ. നാട്ടിൽ ഈ ആളുകൾ കൊണ്ടുവന്ന് ഉടമകൾ കൊണ്ടുവരുന്ന ആനകൾ, ആ ആനകൾ നാട്ടിൽ ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണല്ലോ നമ്മുടെ വിഷയം. ഇത് അപൂർവമായിട്ടല്ല അത് ഉണ്ടാവുന്നത്. ഇത് അപൂർവമായിട്ട് ഇന്നലെ 3 പേർ മരിച്ചില്ലേ? ഈ എത്ര ആനകളെ എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ ഉത്സവ സ്ഥലങ്ങളിൽ ആനകൾ ഇടഞ്ഞിരിക്കുന്നു. താങ്കൾ അതൊന്നും വാർത്ത കാണുന്നില്ലേ? എന്ന് പറയാം, എല്ലാ ആനകളെയും അതുപോലെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. നമുക്ക് ആനകൾക്ക് ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആനകൾക്ക് പകരം മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൂടെ ശ്രീ അരുൺ? അതിനെപ്പറ്റി എന്താ പറയുന്നത്? ഇപ്പൊ ആനകൾ ഇപ്പൊ ഓൾറെഡി നമ്മൾ ഉള്ളതല്ലേ? അത് ആ ആനകള് നമുക്ക് നമ്മുടെ മനുഷ്യജീവന് ഭീഷണിയാവുമെങ്കിൽ ആനയെ മാറ്റി പകരം സംവിധാനം ഏർപ്പെടുത്തണ്ടേ? ഞാൻ പറയുന്നേക്ക് മനുഷ്യന്മാര് ഇപ്പൊ എത്രയോ പേരെ കൊല്ലുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതാണോ തടയാൻ കഴിയുന്നത്? ഇത് നമുക്ക് തടയാൻ, ഇത് അനിവാര്യമായ ഒരു കാര്യമാണോ? അല്ല, ഇപ്പൊ ഞാൻ മനുഷ്യന്മാരെ എത്രയോ പേരെ മനുഷ്യന്മാരാളിനെ കൊല്ലുന്നത് പോലെയാണോ? മനുഷ്യരാളിനെ കൊല്ലുന്നത് തടയാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഇത് നമുക്ക് തടയാൻ കഴിയില്ലേ? ESI എന്നുള്ള സംഘടന ഇപ്പൊ എത്രയോ പേര് കൊണ്ടുണ്ട്. അത് ഏത് ഒരു വിഭാഗത്തിൽ പെട്ടില്ല എന്ന് വെച്ചാൽ അവരൊക്കെ കൊല്ലാൻ പറ്റും. ശ്രീ അരുൺ, ഏതെങ്കിലും വിഭാഗത്തിന്റെ വിഷയമൊന്നുമല്ല. ആനയ്ക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമല്ല. താങ്കൾ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ആന ഇത്ര ആചാരം ഉണ്ടെങ്കിൽ ആ ആചാരം കുഴപ്പമാണെങ്കിൽ അത് മാറ്റിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒരിക്കലും ഒരു ആചാരത്തിന്റെ പേരിൽ ഇപ്പൊ ആചാരം എല്ലാ ആചാരം നമുക്ക് അങ്ങനെ പറയാം. മാറാത്ത ഒരു ആചാരവുമില്ല ശ്രീ അരുൺ. മാറാത്ത എല്ലാ ആചാരം അങ്ങനെയാണോ? ഈ ആചാരങ്ങളെല്ലാം മാറിയതാണ് ശ്രീ അരുൺ. ആര് പറഞ്ഞു? ഏത് ആചാരമാണ് മാറാതെ നിൽക്കുന്നത്? ഇപ്പോൾ ഏത് അമ്പലത്തിലോ പള്ളിയിലോ ഉള്ള ഏത് ആചാരമാണ് ഒരു 30 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 50 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആചാരം അതുപോലെ പോകുന്നത്? എന്തെല്ലാം പുതിയ കാര്യങ്ങൾ വന്നു? ഇല്ല, അത് താങ്കൾ പറയുന്ന വ്യത്യാസമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു വ്യത്യാസമില്ല. അരുൺ അറിയാവുന്ന ഏതെങ്കിലും ആരാധനാലയത്തിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ആളുകളോട്, മുതിർന്ന ആളുകളോട് ചോദിക്കും. സൗദിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഈ ആചാരങ്ങൾ എവിടെയും പറയാം എന്തേലും കുറച്ചില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്? നുണ പറയുന്നതാണ്. നുണ പറയുന്നതല്ല ശ്രീ അരുൺ. അരുൺ പറഞ്ഞു വരുന്നതിന്റെ ടോണൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു നുണയും പറയുന്നതല്ല അരുൺ. ശരി, അത് താങ്കൾക്ക് അറിയാത്തതുകൊണ്ടാണ്. എനിക്കറിയാത്തത് കൊണ്ടല്ല. കേരളത്തിലെയും അല്ല, ഇന്ത്യയിൽ, ലോകത്തെ എല്ലാ ആചാരങ്ങളും മാറിയിട്ടുണ്ട്. ആചാരങ്ങൾ കാലത്തിനൊത്ത് മാറിയാണ് മനുഷ്യർ ഇത്രത്തോളം വളർന്നു വന്നത്. ഇതൊന്നല്ല ഈ സുന്നി ഷിയ വിഭാഗങ്ങൾ സുന്നി ഷിയ ഒന്നും അല്ലല്ലോ ഇവിടെ ചർച്ച. ആനക്കകത്ത് സുന്നി ഷിയ കയറുന്ന അരുൺ. സുന്നി ഷിയ ആനയായിട്ട് എന്ത് ബന്ധം? ആചാരങ്ങൾ ഇതിൽ പെടുന്ന തന്നെയല്ലേ? ആ ആചാരങ്ങൾ സുന്നി അരുൺ, ആരുടെ ആചാരമായാലും ആചാരങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. മനുഷ്യന് വിവേകം അനുസരിച്ച് അതനുസരിച്ച് മാറും എല്ലാം. താങ്കളെ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ ഇപ്പൊ എന്റെ അറിവിൽ ഇപ്പൊ ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നും മാറിയിട്ടില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ വത്സലയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീമതി വത്സല, താങ്കൾ എങ്ങനെയാണ് ഈ ആനകളുടെ കാര്യത്തിൽ കാലാനുസൃതമായ ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ള നിലപാടാണോ ഉള്ളത്? അതെ, ആനകളെ ഉപദ്രവിക്കാതിരിക്കൂ. ഈ ഉത്സവം നടത്തുമ്പോ ഉത്സവത്തിന് പൂജ നടത്തിയ പോരെ? അതെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കാലാനുസൃതമായ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. കാരണം പൂജ നടത്തിയാ പോരെ? പാവപ്പെട്ട ആനകൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ആനകളെ നിർത്തി, ആനകളുടെ ആചാരം ഒന്നുമല്ല, ആരോ ഉണ്ടാക്കിയ ആചാരം. അത് നിർത്താൻ പറ്റും നമുക്ക്, അത് നിർത്താം. എന്നിട്ട് ആനകളെ ഫ്രീ ആയിട്ട് വിടുക. അതാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. നമ്മുടെ യൂട്യൂബിൽ സുനിമോൾ പറയുന്നു, കാലാനുസൃതമായ മാറ്റം അനിവാര്യമാണ്. ആന ഇടയാൻ സമയം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആന ഇടഞ്ഞ് മനുഷ്യജീവൻ പൊലിയാൻ ഇടവരരുതെന്ന് പറയുന്നു. എന്തായാലും വനമേഖല വന്യമൃഗങ്ങൾക്കുള്ളതാണ്. അവിടെ താമസിക്കുന്ന ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് കോടതി പറഞ്ഞാൽ അനുസരിക്കുമോ എന്ന് ചോദിക്കുന്നത് ശ്രീ കൃഷ്ണദാസാണ്. ജയകുമാർ പറഞ്ഞു ഹലോ, മറ്റ് രണ്ടുപേർ തമ്മിലുള്ള സംസാരമാണ്. ഷാജി ഭാസ്കരൻ പറഞ്ഞു കൃഷ്ണദാസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കാടല്ലാത്ത സ്ഥലമില്ലായിരുന്നു, കാലാന്തരത്തിൽ മനുഷ്യൻ കയ്യേറിയതാണ് ടൗൺ പോലും എന്ന് പറയുന്നു. നമ്മുടെ സമയം അവസാനിക്കാൻ കൂടി പോകാൻ ശ്രീ രഞ്ജിത്താണ് പാലക്കാട് നിന്നും. ശ്രീ രഞ്ജിത്ത്, താങ്കൾ എങ്ങനെയാണ് കാലാനുസൃതമായ ഒരു മാറ്റം ഈ ആനകളെ ഉത്സവത്തിന് ഉപയോഗിക്കുന്നതിലും വേണ്ടേ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ അനിവാര്യമാണ് സാറേ, ഇപ്പോഴത്തെ കാലത്ത് മാറുക പറഞ്ഞ അനിവാര്യമാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവനോളം വിലയുള്ള വേറെ ഒന്നുമില്ല. കാരണം ഇത്രയും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഇന്നലെ 2 ആന വരണ്ടോടിയത്
മനുഷ്യന്മാരുണ്ടാക്കിയൊരു അബദ്ധം കൂടി നമുക്ക് പറയാനുണ്ട്. അടുത്ത് തന്നെ വെടിക്കെട്ട് നടത്തിയിരിക്കുകയാണ്. ആ വെടിക്കെട്ട് നടത്തുമ്പോൾ ആന പറഞ്ഞ ദുർബലമായ ഒരു മനസ്സിലുള്ള ജീവിയാണ്. കാരണം നമുക്കറിയാം ഈ പ്രളയമല്ല, ഈ വയനാട് ദുരന്തത്തില് ഒരു അമ്മയും ഒരു അമ്മൂമ്മയും ഒരു കുഞ്ഞിനെയും കൂടി ആന സംരക്ഷിച്ചുകൊണ്ട് ന്യൂസിൽ മൊത്തം കാണിച്ചതാണ്. അപ്പൊ ആനകൾക്ക് അങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലണം എന്നുള്ളൊരു പ്രാപ്തിയും വികാരം വരുന്നില്ല, മനുഷ്യന്മാരായിട്ട് മാറ്റണം. പക്ഷെ ഈ ഉത്സവങ്ങളുടെ ഇടയിൽ ഈ ആനകളെ ഒഴിവാക്കിക്കൊണ്ട് നടത്തണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ അടുത്തുള്ള കേരളത്തിൽ വലിയ പലതരത്തിൽ വൈകാരികമായിട്ടൊക്കെ അഭിപ്രായം വരാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു നമ്മൾ ഇന്ന് ആലോചിച്ച് തന്നെ എടുത്ത ഒരു വിഷയം കൂടിയാണ്. ആനകളെ ഈ ഉത്സവത്തിന്റെ ഭാഗമാക്കുന്നതിൽ കാലാനുസൃതമായ ഒരു മാറ്റം വേണ്ടേ എന്നുള്ളതായിരുന്നു ചോദ്യം. എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്ന ഉത്തരവാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പലതരത്തിൽ രാഷ്ട്രീയമായി പലപ്പോഴും പോരടിക്കുന്ന പ്രേക്ഷകരാണ് വിളിക്കാറുള്ളതെങ്കിലും ഇക്കാര്യത്തിൽ മഹാഭൂരിപക്ഷം പ്രേക്ഷകരും പറഞ്ഞത് കാലാനുസൃതമായ മാറ്റം അനിവാര്യമാണ്. ആനകൾ ഉത്സവത്തിന്റെ ഭാഗമാക്കേണ്ടത് അതിനെ ആളുകളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തുമെങ്കിൽ അതിനെ ഒഴിവാക്കുക തന്നെ വേണം എന്നുള്ള അഭിപ്രായമാണ്. വളരെ ചുരുക്കം ചില പ്രേക്ഷകർ മാത്രമാണ് ഇതൊക്കെ വേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞത്. ഒരാൾ മാത്രമാണ് ആകെ ഇതിൽ മതം കലർത്തി സംസാരിച്ചത്. എന്തായാലും കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ പോസിറ്റീവായി ചിന്തിക്കുന്നു, കാലത്തിനൊത്തു ചിന്തിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നത് തന്നെ അല്ലെങ്കിൽ അറിയുന്നത് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നു നമ്മുടെ നാടിനെ കുറിച്ച് എന്നുള്ളതുകൊണ്ട് അതിലെല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്നു എന്നത് അതിനേക്കാളും പ്രതീക്ഷ നൽകുന്ന ഘടകം കൂടിയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.